ഈ നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നമുക്ക് റോമാലേഖനം 10-ാം അധ്യായം അതിൻ്റെ 14-15 വാക്യങ്ങൾ ഇന്നത്തെ ധ്യാനത്തിന് വേണ്ടി എടുക്കാം. റോമാലേഖനം 10-ാം അധ്യായം അതിൻ്റെ 14-15 വാക്യം വായിച്ചാട്ടെ. എന്നാൽ അവർ വിശ്വസിക്കാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? അവർ കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും? പ്രസംഗിക്കുന്നവനില്ലാതെ എങ്ങനെ കേൾക്കും? ആര് വായിക്കാതെ എങ്ങനെ പ്രസംഗിക്കും? നന്മ സുവിശേഷിക്കുന്നവരുടെ കാൽ എത്ര മനോഹരം എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. മതി. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ഈ 5 തൊട്ട് 13 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് വിശ്വാസത്താലുള്ള നീതീകരണം, അത് വിശ്വാസത്താലാണ്, പ്രവൃത്തിയാലല്ല ഒരാൾ നീതീകരിക്കപ്പെടുന്നത് എന്നുള്ള കാര്യം പൗലോസ് വളരെ ശക്തമായി പറയുന്നതായിട്ട് നമുക്ക് കാണുവാനിടയായി. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ വായും കൊണ്ട് യേശു കർത്താവ് ഏറ്റുപറഞ്ഞു, ഹൃദയം കൊണ്ട് പിതാവായ ദൈവം പുത്രനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് വിശ്വസിക്കുമ്പോൾ നാം രക്ഷിക്കപ്പെടും എന്ന് നാം കഴിഞ്ഞ ക്ലാസ്സിൽ കാണുവാനിടയായിത്തീർന്നു. ആ 13-ാമത്തെ വാക്യം ഇങ്ങനെ പറഞ്ഞു നിർത്തുന്നത്, കർത്താവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. അപ്പോൾ അതിൻ്റെ തുടർമാനമായി 4 ചോദ്യങ്ങൾ ഈ 14-15 വാക്യങ്ങളിൽ പൗലോസ് ചോദിക്കുക. അങ്ങനെ ഒരാൾ കർത്താവിനെ വിളിച്ച് അപേക്ഷിക്കണമെങ്കിൽ 14-ാമത്തെ വാക്യം 15-ാമത്തെ വാക്യം നമ്മൾ ചേർത്ത് പഠിക്കുമ്പോൾ പൗലോസ് ചോദിക്കുക, അങ്ങനെ ഒരാൾ വിളിച്ച് അപേക്ഷിക്കുന്നത് എങ്ങനെയാണ്? അത് ആരെങ്കിലും കേട്ട് വിശ്വസിക്കണ്ടേ? അങ്ങനെ വിളിച്ചപേക്ഷിക്കണമെങ്കിൽ അത് കേട്ട് വിശ്വസിച്ചെങ്കിലല്ലേ വിളിച്ചപേക്ഷിക്കാൻ പറ്റത്തുള്ളൂ. അത് ഒന്നാമത്തെ ചോദ്യം. അങ്ങനെ കേൾക്കണമെങ്കിൽ പ്രസംഗിക്കുന്നവനില്ലാതെ എങ്ങനെ കേൾക്കും? അതാണ് രണ്ടാമത്തെ ചോദ്യം. മൂന്നാമത്തെ ചോദ്യം, പ്രസംഗിക്കുന്ന ഒരാളെ ആരും അയക്കാതിരുന്നാൽ എങ്ങനെ ആൾ പോകും? ഓക്കെ, അപ്പം ഒരാൾ വിളിച്ചപേക്ഷിക്കണമെങ്കിൽ 4 ചോദ്യം. 1, ആ വിളിച്ചപേക്ഷിക്കുന്നയാൾ വിശ്വസിക്കണം. They should believe. 2, അവരെങ്ങനെ വിശ്വസിക്കും? കേൾക്കാതെ എങ്ങനെ വിശ്വസിക്കും? 3, അവരത് കേൾക്കണമെങ്കിൽ പ്രസംഗിക്കുന്ന ഒരാൾ പ്രസംഗിക്കണം, അത് കേൾക്കണമെങ്കിൽ, അല്ലേ? 4, പ്രസംഗിക്കുന്ന ആളെ കർത്താവ് അയക്കണം. അതാണ് ഈ 14-15 വാക്യങ്ങളിലുള്ള 4 ചോദ്യം. ഒന്നുകൂടെ വായിക്കാം. 14-15. എന്നാൽ അവർ വിശ്വസിക്കാതെ വണ്ണം എങ്ങനെ വിളിച്ചപേക്ഷിക്കും? അതാണ് ഒന്നാമത്തെ ചോദ്യം. എങ്ങനെ വിശ്വസിക്കും? വിശ്വസിച്ചെങ്കിലല്ലേ വിളിച്ചപേക്ഷിക്കത്തുള്ളൂ. 2, അവർ കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും? അവ കർത്താവിനെ കുറിച്ച് കേൾക്കണം, എന്നെങ്കിലേ വിശ്വാസം വരത്തുള്ളൂ. അതാണ് രണ്ടാമത്തെ ചോദ്യം. 3, അവ കേൾക്കുന്നത് എങ്ങനെയാണ്? കേൾക്കുന്നത്, മൂന്നാമത്തെ ചോദ്യം, പ്രസംഗിക്കുന്നവൻ ഇല്ലാതെ എങ്ങനെ കേൾക്കും? അപ്പൊ പ്രസംഗത്തിൽ കൂടെയാണ് ഒരാള് ഇത് കേൾക്കുന്നത്. ഇത് കേട്ടിട്ട് വിശ്വസിച്ച് വിളിക്കുമ്പോഴാണ് 13-ാമത്തെ വാക്യം, കർത്താവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. നിങ്ങൾക്ക് ആ സീക്വൻസ് കിട്ടിയോ? അപ്പൊ കർത്താവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കണമെങ്കിൽ ഒരാള് പ്രസംഗത്തിൽ കൂടെ കർത്താവിൻ്റെ സുവിശേഷം കേൾക്കേണ്ടത് വളരെ അത്യാവശ്യമായിരിക്കുന്ന ഒരു കാര്യമാണ്.
എന്ന് നാം മനസ്സിലാക്കണം. അപ്പം ഒരാൾ പ്രസംഗിക്കണമെങ്കിൽ 15-ാമത്തെ വാക്യത്തിൽ അടുത്ത 4-ാമത്തെ ചോദ്യം, ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും? ഓക്കെ. എന്നാൽ 15-ാമത്തെ വാക്യത്തിൽ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 52-ാം അധ്യായത്തിൽ നിന്ന് പൗലോസ് കോട്ട് ചെയ്യുമ്പോൾ, നന്മ സുവിശേഷിക്കുന്നവരുടെ കാൽ എത്ര മനോഹരം എന്ന് യെശയ്യാ 52-ാം അധ്യായത്തിൽ നിന്നൊരു വാക്യമാണ് ഉദ്ധരിക്കുന്നത്. അത് നമുക്ക് അടുത്ത ആഴ്ച നോക്കാം. അപ്പോൾ ഈ 52-ാം അധ്യായത്തിൽ നിന്ന് വാക്യം കോട്ട് പൗലോസ് ചെയ്യുമ്പോൾ നമ്മളോട് പൗലോസ് അറിയിക്കുന്നത്, ദൈവം പ്രസംഗിക്കുന്ന പ്രസംഗികരെ കർത്താവ് അയച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം. ആ പ്രസംഗിക്കുന്ന വ്യക്തികളെ കുറിച്ചാണ് അവിടെ എഴുതിയിരിക്കുന്നത്. നന്മ സുവിശേഷിക്കുന്നവരുടെ കാൽ എത്ര മനോഹരം. അതിനൊരു കോണ്ടെക്സ്റ്റ് ഉണ്ട്, അതിൻ്റെ ഒരു 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 പശ്ചാത്തലമുണ്ട്. അത് നമുക്ക് അടുത്ത ആഴ്ച കാണാം. എന്നാൽ എൻ്റെ ഇന്നത്തെ വിഷയം ദ നെസസിറ്റി ഓഫ് പ്രീച്ചിങ്, പ്രസംഗത്തിൻ്റെ ആവശ്യകത എന്തെന്നുള്ളതാണ് ഞാൻ ഇന്ന് രാത്രികാലം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ തന്നെ നമ്മൾ ഈ 14-15 വാക്യങ്ങൾ വായിക്കുമ്പോൾ തന്നെ അതിൻ്റെ ആവശ്യകത നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ, അല്ലേ? ഒരാൾ കർത്താവിനെ വിളിച്ചപേക്ഷിക്കണമെങ്കിൽ പ്രസംഗിക്കണം. ആ പ്രസംഗം കേട്ട് ഹൃദയത്തിൽ വിശ്വാസം ഉളവായെങ്കിൽ മാത്രമേ കർത്താവിനെ വിളിച്ചപേക്ഷിക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ള ആ ഒരു ആവശ്യകത, നെസസിറ്റി ആ വാക്യത്തിൽ തന്നെ ഉണ്ട്. നമുക്ക് വേറെ എങ്ങും പോകണ്ട, അവിടെ തന്നെ ഉണ്ട്. ഒരാൾ വിളിച്ചപേക്ഷിക്കണമെങ്കിൽ ആ വ്യക്തി കേൾക്കണം. എന്താ കേൾക്കണം? 17-ാമത്തെ വാക്യം ഒന്ന് നോക്കിയാൽ അവിടെ നമുക്ക് കാണാൻ കഴിയും, ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. അപ്പോൾ എന്തുവാ കേൾക്കേണ്ടത്? ക്രിസ്തുവിൻ്റെ വചനം എന്ന് പറഞ്ഞാൽ സുവിശേഷമാണ് കേട്ട് ഒരാളുടെ ഉള്ളിൽ എന്ത് ചെയ്തത്? വിശ്വാസം, യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള കാര്യം, ആ സുവിശേഷം എന്താണ് ചെയ്യുന്നതെന്നുള്ള ആ സത്യം ഗ്രഹിക്കുമ്പോഴാണ് തൻ്റെ ഹൃദയത്തിൽ ആ കർത്താവിലേക്കുള്ള ഉറപ്പ്, വിശ്വാസം വന്ന് വിളിച്ചപേക്ഷിക്കും. എന്നെ രക്ഷിക്കണമേ എന്ന് പറയും. കർത്താവേ എന്നെ രക്ഷിക്കണമേ, എന്നെ പാപത്തിൽ നിന്ന് എന്നെ വിടുവിക്കണമേ എന്ന് വിളിച്ചപേക്ഷിക്കും. അങ്ങനെ വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷിക്കപ്പെടും. അപ്പോൾ ഇതൊരു ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്തുകൊണ്ടാണ് ഈ പ്രീച്ചിങ്, സുവിശേഷം പ്രസംഗിക്കേണ്ട വളരെ ആവശ്യകത. പ്രാർത്ഥിക്കണ്ടേ ബ്രദറെ? തീർച്ചയായിട്ടും പ്രാർത്ഥിക്കണം. 10-ാം അധ്യായത്തിന് 1-ാമത്തെ വാക്യത്തിൽ അവിടെ കൊടുത്തിട്ടുണ്ടല്ലോ, സഹോദരന്മാരെ അവർ രക്ഷിക്കപ്പെടണമെന്ന് തന്നെ എൻ്റെ വാഞ്ചയും അവർക്ക് വേണ്ടി ദൈവത്തോടുള്ള യാചനയുമാകുന്നു. അപ്പം നിശ്ചയമായി നാം പ്രാർത്ഥിക്കണം. അപ്പോൾ തന്നെ സുവിശേഷം കൃത്യമായി പ്രസംഗിക്കപ്പെടണം, രക്ഷിക്കപ്പെടണമെങ്കിൽ. അല്ലാതെ പ്രാർത്ഥിച്ചുകൊണ്ട് കാര്യമായില്ല. ഇത് വളരെ ബാലൻസ് ആയിട്ട് കൊണ്ടുപോകണം. പ്രാർത്ഥിക്കണം, എന്നാൽ സുവിശേഷം പ്രസംഗിക്കാതെ എങ്ങനെയാണ് ഒരാൾ രക്ഷിക്കപ്പെടുന്നത്? സുവിശേഷം പ്രസംഗിക്കാതെ ഇരിക്കുമ്പോൾ നാം ആ വ്യക്തിക്ക് വേണ്ടി കേവലം പ്രാർത്ഥിച്ചിട്ട് കാര്യമായില്ല, അല്ലേ? പ്രാർത്ഥനയിൽ ശക്തിയുണ്ട്, പ്രാർത്ഥനയിൽ ദൈവം പ്രവർത്തിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ചിലപ്പോൾ പ്രാർത്ഥനയിൽ കൂടെ ആയിരിക്കാം ആ വ്യക്തി സുവിശേഷം കേൾക്കുവാൻ വേണ്ടി ഒരു മുഖാന്തരമാകുന്നത്. എന്നാൽ ഞാൻ പറഞ്ഞു വരുന്നത്, പ്രാർത്ഥന മാത്രം ആയാൽ ശരിയാവത്തില്ല. പ്രാർത്ഥിക്കണം. അപ്പോൾ തന്നെ ആ വ്യക്തിയോട് സുവിശേഷം അറിയിക്കേണ്ടതും പ്രസംഗിക്കേണ്ടതും ആവശ്യമാണ്, രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുവാൻ വേണ്ടി. അപ്പോൾ പ്രാർത്ഥന വേണം, അപ്പോൾ തന്നെ പ്രസംഗവും വേണം. അപ്പം എന്താണ് ഈ പ്രസംഗം എന്നുള്ള കാര്യം നമുക്കൊന്ന് തിരുവചനത്തോട് ബേസ് ചെയ്ത് നമുക്കൊന്ന് പഠിക്കാം. ആ 10-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യത്തിൻ്റെ അവസാന ആ ഭാഗം ഒന്ന് നോക്കിക്കേ.
പ്രസംഗിക്കുന്നവൻ ഇല്ലാതെ എങ്ങനെ കേൾക്കും? അപ്പോൾ ഒന്നാമത്തെ വിഷയം പ്രസംഗിക്കുന്നവനെ ഒന്ന് നോക്കാം. അതിനുശേഷം പ്രസംഗം എന്താണ് നമുക്ക് നോക്കാം. പ്രസംഗിക്കുന്നവനും താൻ പ്രസംഗിക്കുന്ന എന്താണ്. ഓക്കെ, ഒന്നാമത്തെ കാര്യം 15ാമത്തെ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും? ഇപ്പോൾ പ്രസംഗിക്കുന്ന ഒരു വ്യക്തിയിൽ വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കർത്താവ് തന്നെ അയക്കണം. കർത്താവ് അയക്കാതെ ഒരാൾക്ക് പോലും കർത്താവിനെ കുറിച്ച് പ്രസംഗിക്കാൻ പറ്റത്തില്ല. അല്ലാതെ രാവിലെ അങ്ങോട്ട് എഴുന്നേറ്റ് നിന്നിട്ട് ഞാൻ പ്രസംഗിക്കും, എനിക്ക് പ്രസംഗിക്കാൻ കഴിവുണ്ട് എന്ന് പറഞ്ഞ് പ്രസംഗിക്കുന്ന ഒരു അനുഭവമല്ല ഇവിടെ പറയുന്നത്. കർത്താവ് അയക്കുക എന്നതിൻ്റെ അർത്ഥം എന്താണ്? കർത്താവ് അയക്കുക എന്നതിൻ്റെ അർത്ഥം, അതിനെ നല്ലതുപോലെ ഒന്ന് മനസ്സിലാക്കണമെങ്കിൽ, ഒരു രാജാവ് തൻ്റെ മന്ത്രിയെ ദേശത്തിലേക്ക് അയക്കുമ്പോൾ ആ മന്ത്രി ആ ദേശത്തിൽ പറയേണ്ട കാര്യം മന്ത്രിയുടെ വാക്കുകളേ അല്ല. മന്ത്രി രാത്രി സ്വപ്നം കണ്ടിട്ട് രാവിലെ എഴുന്നേറ്റ് പറയുന്ന കാര്യമല്ല ആ മന്ത്രി അവിടെ പറയുന്നത്. പ്രത്യുത രാജാവ് പറഞ്ഞ കാര്യം മന്ത്രിയോട് അറിയിക്കുകയും മന്ത്രി അതേപടി ആൾക്കാരോട് പറയുകയും ചെയ്യുക. അപ്പം ഈ പറയുന്ന മെസ്സേജ് മന്ത്രിയുടെ അല്ല, ഈ പറയുന്ന മെസ്സേജ് തന്നെ അയച്ച രാജാവിൻ്റെതാ. അപ്പോൾ പ്രസംഗിക്കുന്ന വ്യക്തി തന്നെ അയക്കുന്ന ഒരു കർത്താവുണ്ട്. ആ അയക്കുന്ന കർത്താവ് താൻ എന്തോ പ്രസംഗിക്കണം എന്നും ആ കർത്താവ് തന്നോട് പറഞ്ഞിട്ടുണ്ട്. ആ പ്രസംഗമല്ലാതെ, ആ വാക്കുകളല്ലാതെ തൻ്റെ ഹൃദയത്തിൽ ഉളവാകുന്ന, തൻ്റെ ബുദ്ധിയിൽ ഉളവാകുന്ന, തൻ്റെ കാര്യങ്ങളെ അവതരിപ്പിക്കാനല്ല ഒരു പ്രാസംഗ്യനെ കർത്താവ് അയക്കുന്നത്. പ്രത്യുത പ്രാസംഗ്യനെ കർത്താവ് അയക്കുന്നത് കർത്താവിൻ്റെ വചനത്തെ, കർത്താവിൻ്റെ കാര്യങ്ങളെ അറിയിക്കുവാൻ വേണ്ടിയാണ്. സ്തോത്രം. ഈ കാര്യം നമ്മൾ വളരെ ഫൗണ്ടേഷണലായിട്ട് മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ പ്രാസംഗ്യൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം, താൻ വഹിക്കുന്ന മെസ്സേജ് തൻ്റേതല്ല, തന്നെ ആരോ ഭരമേൽപ്പിച്ചതായി മെസ്സേജ്. അത് കൃത്യതയോടെ, വിശ്വസ്തയോടെ, അതിനെ ഒന്നും കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്യാതെ അത് വളരെ സീരിയസ് ആയി പറയേണ്ട ഒരു വിഷയമാണ്. മനസ്സിലാകുന്നുണ്ടോ പ്രിയരെ? അല്ലാതെ അത് ഒരു ലാവകത്തോടെ തമാശ രീതിയിൽ അവതരിപ്പിക്കേണ്ട കാര്യമല്ല. ഇത് വളരെ സീരിയസ് ആയിരിക്കുന്ന മെസ്സേജാണ്. ഇത് വളരെ സീരിയസ് ആയി എടുക്കുകയും അത് അവതരിപ്പിക്കുകയും ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം തൻ്റെ മെസ്സേജ് അല്ലത്, ഇതിനൊരു അക്കൗണ്ടബിലിറ്റി ഉണ്ട്. തന്നെ അയച്ച കാര്യം അത് നിവർത്തിച്ചില്ല എങ്കിൽ തന്നെ അയച്ചവൻ ചോദിക്കും, ഞാൻ നിന്നെ അയച്ചത് ഇത് പറയാനാ, എന്തുകൊണ്ട് നീ ഇത് പറഞ്ഞില്ല, എന്തുകൊണ്ട് നീ ഇത് ചെയ്തില്ല എന്ന് ഒരു ദിവസം കണക്ക് കൊടുക്കേണ്ട ശുശ്രൂഷയെ. അല്ലാതെ നേട്ടത്തിനോ ആള് കളിക്കാനോ 10,000 പേര് അറിയപ്പെടാനുള്ള ഒരു സംഗതിയല്ല ഇത്. കർത്താവ് അയക്കുന്ന കർത്താവിൻ്റെ മെസ്സേജ് ജനത്തോട് വളരെ വിശ്വസ്തയോടെ പ്രസംഗിക്കുകയും അതിനൊരു ദിവസം എനിക്ക് കണക്ക് കൊടുക്കണം എന്നുള്ള ബോധ്യത്തിലാണ് ഈ കാര്യം ചെയ്യുന്നത്. അപ്പം മനസ്സിലാക്കണേ, ഒരു പ്രാസംഗ്യൻ്റെ റെസ്പോൺസിബിലിറ്റി വളരെ ഹൈ ആണ്, വളരെ ഉന്നതമാണ്. അക്കൗണ്ടബിലിറ്റി ഉള്ള ഒരു മിനിസ്ട്രിയാണ്. അല്ലാതെ ആർക്കും എഴുന്നേറ്റ് നിന്ന് പറയാൻ കഴിയുന്ന ഒരു കാര്യമല്ല. ഇത് വളരെ സീരിയസ് ആണ്. ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ ഇട്ടതുപോലെ, പ്രീച്ചിങ് ഈസ് എ ഡേഞ്ചറസ് തിങ്. പ്രസംഗകനും പിന്നെ അത് കേൾക്കുന്ന വ്യക്തികൾക്കും എന്തുകൊണ്ടാണ് ഡേഞ്ചറസ്?
കാരണം പ്രസംഗിക്കുന്ന വ്യക്തി ശരിയായി പ്രസംഗിച്ചില്ലെങ്കിൽ കണക്ക് കൊടുക്കണം. അഥവാ താൻ ശരിയായി പ്രസംഗിച്ച് കേൾക്കുന്നവരത് ശരിയായി നടന്നില്ല എങ്കിൽ കേൾക്കുന്നവരും കണക്ക് കൊടുക്കണം. ആലോചിച്ച് നോക്കിക്കേ, ഇത് വളരെ സീരിയസ് ആയിരിക്കുന്ന ഒരു ശുശ്രൂഷയാണ് എന്നുള്ള കാര്യം ഞാൻ ആദ്യമേ പറയട്ടെ. അപ്പം പൗലോസ് തന്നെ ഒരു പ്രാസംഗികനാണ്. റോമാലേഖനം 1-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, റോമാലേഖനം 1:1 പൗലോസ് പറയുന്നത്, ദൈവം തൻ്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിനെ കുറിച്ച് വിശുദ്ധ രേഖകളിൽ തൻ്റെ പ്രവാചകന്മാർ മുഖാന്തരം മുൻകൂട്ടി വാഗ്ദത്തം ചെയ്ത് സുവിശേഷത്തിനായി, ആ വേർഡ് കണ്ടോ, സുവിശേഷത്തിനായി വേർതിരിച്ച് വിളിക്കപ്പെട്ട അപ്പോസ്തലനും യേശു ക്രിസ്തുവിൻ്റെ ദാസനുമായ പൗലോസ്. എന്തിനാ തന്നെ കർത്താവ് വേർതിരിച്ചത്? കർത്താവ് തന്നെ വേർതിരിച്ചത് സുവിശേഷത്തിന് വേണ്ടിയാണ് തന്നെ വേർതിരിച്ചത്. ഫോർ ദി ഗോസ്പൽ ഹി ഹാസ് ബീൻ സെറ്റ് അപ്പാർട്ട്. മലയാളത്തിലെ കൺസ്ട്രക്ഷൻ അല്പം വ്യത്യാസമായിരിക്കും. എൻ്റെ 9-ാമത്തെ വാക്യം നമ്മൾ ഒന്ന് നോക്കുമ്പോൾ, ഞാൻ ഇടവിടാതെ നിങ്ങളെ ഓർത്തുകൊണ്ടും ദൈവ ഇഷ്ടത്താൽ ഇപ്പോൾ എങ്കിലും നിങ്ങളുടെ അടുക്കൽ വരുവാൻ സാധിക്കേണ്ടതിന് എൻ്റെ പ്രാർത്ഥനയിൽ എപ്പോഴും യാചിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇംഗ്ലീഷിൻ്റെ ആ ഒരു വെർഷനിൽ വരുമ്പോൾ 1-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം, അത് ഞാൻ ഒന്ന് ജസ്റ്റ് ഇംഗ്ലീഷിലൊന്ന് വായിക്കാം. അവിടെ എഴുതിയിരിക്കുന്നത്, ഫോർ ഗോഡ് ഹൂ ഐ സെർവ് ഇൻ മൈ സ്പിരിറ്റ് ഇൻ ദ പ്രീച്ചിങ് ഓഫ് ദ ഗോസ്പൽ. എൻ്റെ സുവിശേഷത്തിൻ്റെ ഘോഷണത്തിനായി. ആ വാക്യം അത് മലയാളത്തിൽ 10-ാമത്തെ വാക്യത്തിലാണ്. അവൻ്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷ ഘോഷണത്തിൽ. ആ വേർഡ് കണ്ടോ 10-ാമത്തെ വാക്യത്തിൽ. അപ്പൊ തന്നെ എന്തിനാ കർത്താവ് വേർതിരിച്ചത്? കർത്താവ് വേർതിരിച്ചത് തൻ്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷത്തിന്റെ ഘോഷണം. അതാണ് പ്രസംഗം. പ്രൊക്ലെയിം, പ്രസംഗിക്കുക എന്ന് പറഞ്ഞാൽ ഘോഷണം ചെയ്യുക. മന്ത്രി എന്നിട്ട് മൈക്കെടുത്ത് ഉറക്കെ പറയുന്നത് പോലെ, പ്രീച്ച് ചെയ്യുന്നത് പോലെ തന്നെ കർത്താവ് വേർതിരിച്ചത് സുവിശേഷം പ്രൊക്ലെയിം ചെയ്യാൻ വേണ്ടി, സുവിശേഷ ഘോഷണത്തിന് വേണ്ടിയാണ് പൗലോസിനെ കർത്താവ് വിളിച്ചതെന്ന് പറയുകയാണ്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 9-ാം അധ്യായം അതിൻ്റെ 4 തൊട്ടുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചാട്ടെ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 9-ാം അധ്യായം അതിൻ്റെ 4 മുതലുള്ള വാക്യം. ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്ന് തന്നോട് പറയുന്ന ഒരു ശബ്ദം കേട്ടു. നീ ആരാകുന്നു കർത്താവേ എന്ന് അവൻ ചോദിച്ചതിന്, നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു ഞാൻ. നീ എഴുന്നേറ്റ് പട്ടണത്തിൽ ചെല്ലുക, നീ ചെയ്യേണ്ടത് അവിടെ വെച്ച് നിന്നോട് പറയുമെന്ന് അവൻ പറഞ്ഞു. അപ്പൊ നീ ചെയ്യേണ്ടത് എന്താണെന്ന് ആരാ പറയാൻ പോകുന്നത്? കർത്താവ് പറയാം, ഞാനാ നിന്നോട് പറയാൻ പോകുന്നത് നീ എന്താ ചെയ്യാൻ പോകേണ്ടത്. ഓക്കെ, ഇനി 15-16 വാക്യങ്ങൾ. 15-16 വാക്യം. കർത്താവ് അവനോട്, നീ പോക, അവൻ എൻ്റെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കൾക്ക് മുൻപിൽ വഹിപ്പാൻ ഞാൻ തിരഞ്ഞെടുത്തിരുന്ന ഒരു പാത്രമാകുന്നു. അപ്പൊ എന്താ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം ഞാൻ നിന്നോട് പറയാമെന്ന് പറഞ്ഞിട്ട് 15-16 വാക്യങ്ങളിൽ പറയുകയാണ്, എന്നെക്കുറിച്ചുള്ള കാര്യം ജാതികളോടും രാജാക്കന്മാരുടെ മുമ്പിൽ പറയാൻ വേണ്ടി ഞാൻ അവനെ തെരഞ്ഞെടുത്തതാണ് എന്ന് പറയുകയാണ്. ഇനി 20-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വാക്യം, ആക്ട്സ് ചാപ്റ്റർ 20 വേഴ്സസ് 24. എങ്കിലും ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. എൻ്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായ യേശു തന്ന ശുശ്രൂഷയും തികയ്ക്കണം എന്നേ എനിക്കുള്ളൂ. കണ്ടോ? But I do not consider my life of any account as dear to myself, so that I may finish my course. എൻ്റെ ഓട്ടവും പിന്നെ
എൻ്റെ വായിച്ചോ, എൻ്റെ ഓട്ടവും പ്രാണനെ വിലയേറിയാതെ എണ്ണുന്നില്ല. എന്റെ ഓട്ടവും ദൈവകരുടെ സുവിശേഷത്തിന് ആ പറയേണ്ടതിന് ആ. കർത്താവ് യേശു തന്ന ശുശ്രൂഷയും തികയ്ക്കണം എന്നേ എനിക്കുള്ളൂ. അപ്പൊ കർത്താവാണ് തനിക്ക് ഈ ശുശ്രൂഷ കൊടുത്തത്. താൻ ഓടാനുള്ള കാരണം കർത്താവാണ് അതിനെ ഇനിഷ്യേറ്റ് ചെയ്തതെന്ന് പറയുകയാണ്. ഐ റിസീവ് ഫ്രം ദ ലോർഡ് ജീസസ്. ആ മിനിസ്ട്രി, ആ കർത്താവിനെ കുറിച്ചുള്ള ഘോഷണം, സുവിശേഷ ഘോഷണം എന്നുള്ള വിഷയം കർത്താവാണ് തന്നെ ഭരമേൽപ്പിച്ചതെന്ന് നമുക്കവിടെ കാണാൻ കഴിയും. ഇനി അടുത്തത് 26-ാം അധ്യായം, അതിൻ്റെ 15 തൊട്ടുള്ള വാക്യങ്ങൾ നമ്മളൊന്ന് വായിച്ചാട്ടെ. 26-ാം അധ്യായത്തിൻ്റെ 15 മുതലുള്ള വാക്യം. നീ ആരാകുന്നു കർത്താവേ എന്ന് ഞാൻ ചോദിച്ചതിന് കർത്താവ്, നീ ഉപദ്രവിക്കുന്ന യേശു തന്നെ ഞാൻ. എങ്കിലും എഴുന്നേറ്റ് നിവർന്നു നിൽക്ക. നീ എന്നെ കണ്ടതിനും ഇനി ഞാൻ നിനക്ക് പ്രത്യക്ഷൻ ആവാനിരിക്കുന്നതിനും നിന്നെ ശുശ്രൂഷകനും സാക്ഷിയുമായി നിയമിപ്പാൻ ഞാൻ നിനക്ക് പ്രത്യക്ഷനായി. അപ്പൊ ഇവിടെ വളരെ കറക്റ്റാണ്. ഇത്രയും വാക്യങ്ങൾ നമ്മൾ വായിച്ചതില് നമ്മൾ റോമാലേഖനം 10-ാം അധ്യായം മറക്കല്, നമ്മൾ കുറിവാക്യം റോമാലേഖനം 10-ാം അധ്യായം അതിൻ്റെ 14-15 വാക്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ആ പഠനം കണ്ടിന്യൂസ് നമ്മൾ ചെയ്യുന്നത്. അതിൽ 14-ാം വാക്യത്തിൻ്റെ അവസാന കാര്യമാണ് നമ്മൾ കാണുന്നത്. പ്രസംഗിക്കുന്നവൻ ഇല്ലാതെ എങ്ങനെ കേൾക്കും? അപ്പൊ സുവിശേഷം ഒരാൾ വിശ്വസിക്കണമെങ്കിൽ സുവിശേഷം പ്രസംഗിക്കുന്ന ആൾ വേണം. പ്രസംഗിക്കുന്ന ആളെ 15-ാം വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ 10-15 പറയുകയാണ്, ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും? അപ്പൊ പ്രസംഗിക്കുന്ന ആളെ കർത്താവ് അയക്കണം. അയച്ചെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? സുവിശേഷം പ്രസംഗിക്കുകയും ആ പ്രസംഗം കേട്ട് ഒരാൾ വിശ്വസിച്ച് വാ തുറന്ന് കർത്താവേ എന്ന് വിളിച്ച് ആ രക്ഷയുടെ അനുഭവത്തിൽ വന്നെങ്കിൽ മാത്രമേ, ആ സുവിശേഷ വചനം കേട്ടെങ്കിൽ മാത്രമേ രക്ഷയുടെ അനുഭവത്തിൽ വരാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള കുറിവാക്യമാണ് നമ്മൾ ഇവിടെ എടുത്തത്. ഓക്കെ, അതിൽ ഒന്നാമത്തെ വിഷയം 10-14 പ്രസംഗിക്കുന്ന ആ വ്യക്തിയെക്കുറിച്ചാണ് നമ്മൾ കാണുന്നത്. പ്രസംഗിക്കുന്ന വ്യക്തിയെക്കുറിച്ച് ഒന്നാമത്തെ പാഠം നമ്മൾ കണ്ടത്, ആ പ്രസംഗിക്കുന്ന ആളെ കർത്താവ് അയക്കണം. പ്രസംഗിക്കുന്ന ആളെ കർത്താവ് അയക്കുന്നില്ല എങ്കിൽ താൻ എന്തോ പ്രസംഗിക്കുന്നത്? പ്രസംഗിക്കുന്നയാള് പ്രസംഗിക്കേണ്ടത് എന്താണ്? കർത്താവിനെ കുറിച്ചാണ്. താൻ പ്രസംഗിക്കുന്ന വിഷയം, തൻ്റെ കയ്യിലുള്ള മെസ്സേജ് തൻ്റേതേ അല്ല, തന്നെ അയച്ച കർത്താവിൻ്റെ മെസ്സേജാണ്. അപ്പോൾ അതാണ് നമ്മൾ ഇതുവരെ കണ്ടത്. അപ്പോൾ ഒന്നാമത്തെ പ്രസംഗിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് കർത്താവ് നിയോഗിച്ച വ്യക്തിയും കർത്താവിൻ്റെ മെസ്സേജ് എൻട്രസ്റ്റ് ചെയ്തിരിക്കുക, കയ്യിൽ കൊടുത്തിരിക്കുന്ന വ്യക്തിയാണ്. ഒരു മാനേജർ പോലെ, എസ്റ്റേറ്റിൻ്റെ മാനേജർ പോലെ. ആ എസ്റ്റേറ്റിൻ്റെ മാനേജറിൻ്റെ കയ്യിൽ ആ ഉടമസ്ഥൻ ചാവി കൊടുക്കുകയും അതിനുള്ള എല്ലാ കാര്യങ്ങളും നോക്കിക്കണ്ട് ചെയ്യുവാൻ വേണ്ടിയുള്ള ഉത്തരവാദിത്വം കൊടുത്തിട്ട് വൈകിട്ട് വന്ന് ഈ മുതലാളി ഈ മാനേജറിൻ്റെ കയ്യിൽ നിന്ന് ചാവി വാങ്ങുക മാത്രമല്ല, അക്കൗണ്ടബിലിറ്റി, എന്തൊക്കെ ചെയ്തു എന്നുള്ള കാര്യം അക്കൗണ്ടബിലിറ്റി ആയിട്ട് കൊടുക്കണം. എന്തൊക്കെ പറഞ്ഞു, എന്തൊക്കെ ലഭിച്ചു, എന്തൊക്കെ കൊടുത്തു എന്നുള്ള കാര്യങ്ങൾ ആ മുതലാളിക്ക് വിവരിച്ചു കൊടുക്കുന്നത് പോലെ പ്രസംഗിക്കുന്ന വ്യക്തി അയക്കുന്ന ദൈവമാണ്. ആ വ്യക്തി പറയേണ്ട കാര്യം കർത്താവിൻ്റെ മെസ്സേജാണ്. ഒരു ദിവസം ഈ പ്രസംഗിക്കുന്ന വ്യക്തി അക്കൗണ്ടബിൾ ആണ്. കർത്താവിന് കണക്ക് കൊടുക്കുവാൻ അവനെ വിളിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പം പ്രസംഗിക്കുന്ന വ്യക്തിയെ കുറിച്ച് നമ്മൾ ഒന്ന് കാണുവാനിടയായി തീർന്നു. രണ്ടാമത്തെ വിഷയം 10-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം ഒന്നുകൂടെ ഒന്ന് വായിക്കാം. 10-14. എന്നാൽ അവർ വിശ്വസിക്കാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? അവർ കേട്ടിട്ടില്ലാത്തവനെ എങ്ങനെ വിശ്വസിക്കും? പ്രസംഗിക്കുന്നവനില്ലാതെ എങ്ങനെ കേൾക്കും? ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും? അപ്പോൾ സുവിശേഷം ഒരാൾ കേട്ട് വിശ്വസിച്ച് രക്ഷിക്കപ്പെടുന്നത് എങ്ങനെയാണ്? സുവിശേഷം പ്രസംഗിക്കുന്നതിൽ കൂടെയാണ്.
സുവിശേഷം പ്രസംഗിക്കാത്തിടം ഒരു വ്യക്തിക്ക് കർത്താവ് യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി ഹൃദയത്തിൽ കൈക്കൊള്ളാൻ കഴിയത്തില്ല. ഈ കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രാർത്ഥന ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാൽ സുവിശേഷ ഘോഷണം, പ്രസംഗം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കുന്നത്. അതിനെ നെഗ്ലക്റ്റ് ചെയ്യാൻ കഴിയത്തില്ല എന്നുള്ള കാര്യമാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. അപ്പം പ്രസംഗം എങ്ങനെയാണ്? ഈ പ്രസംഗം ഈ 10-ാം അധ്യായത്തിൻ്റെ, റോമാലേഖനം 10-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം നമ്മളൊന്ന് വായിക്കുമ്പോൾ യഹൂദന്മാരെ കുറിച്ച് പൗലോസ് ഒരു കാര്യം പറയുന്നുണ്ട്. 10:3 അവർ ദൈവത്തിൻ്റെ നീതി അറിയാതെ, ആ വേർഡ് കണ്ടോ? ദൈവത്തിൻ്റെ നീതി അറിയാതെ സ്വന്തം നീതി സ്ഥാപിപ്പാൻ അന്വേഷിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ നീതിക്ക് കീഴ്പ്പെട്ടില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവർ നീതിക്ക് കീഴ്പ്പെടാഞ്ഞേ? അവർ ദൈവത്തിൻ്റെ നീതി അറിയാതെ. അപ്പൊ ദൈവത്തിൻ്റെ നീതി അറിയാതെ ഇരിക്കുന്ന ഈ യഹൂദൻ അറിയുന്നത് എങ്ങനെയാ? പ്രസംഗത്തിൽ കൂടെ. മനസ്സിലാകുന്നുണ്ടോ? പ്രസംഗത്തിൽ കൂടെയാണ് ദൈവത്തിൻ്റെ നീതി യഹൂദൻ മാത്രമല്ല എല്ലാവരും അറിയുന്നത്. അപ്പോൾ ബേസിക്കലി മനുഷ്യർക്ക് ഇതറിയുന്നില്ല. ഇങ്ങനൊരു കാര്യം നടന്നു. ഓക്കെ, യേശു മരിച്ചു, യേശു ഈ ഭൂമിയിൽ വന്നു, യഹൂദനായിരുന്നു, മരിച്ചു എന്നൊക്കെ ജനറലായിട്ട് എല്ലാവർക്കും അറിയാമെങ്കിലും എന്തുകൊണ്ട് മരിച്ചു, ആ മരിച്ചതിൽ നിന്ന് നമുക്കെന്താ ലഭിക്കുന്നത് എന്നുള്ള കാര്യം അറിയുന്നില്ല. ഈ അറിവ് ലഭിക്കുന്നത് എങ്ങനെയാണ്? സുവിശേഷ ഘോഷണത്തിൽ കൂടെ, പ്രസംഗത്തിൽ കൂടെയാണ് ഇത് ലഭിക്കുന്നത്. അപ്പോൾ 10:3 കണ്ടു, യഹൂദൻ ഇത് അറിയുന്നില്ല. ദൈവം തന്നെ വിശ്വസിക്കുന്ന, തൻ്റെ പുത്രനെ വിശ്വസിക്കുന്ന വ്യക്തികളെ സൗജന്യമായി നീതീകരിക്കുന്നു. ന്യായപ്രമാണം അനുസരിച്ച് ഒരാൾ നീതീകരിക്കപ്പെടുന്നില്ല. യേശുവിൽ വിശ്വസിക്കുന്ന ഒരാളാണ് സൗജന്യമായി നീതീകരിക്കപ്പെടുന്നു എന്നുള്ള കാര്യം അറിയുന്നില്ല ഈ യഹൂദൻ. അറിയുവാൻ വേണ്ടിയാണ് പ്രസംഗിക്കുന്നത്. അപ്പോൾ പ്രസംഗിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ആ സുവിശേഷ വചനം എടുത്ത് വ്യക്തികളുടെ ഹൃദയ കണ്ണുകളെ തുറക്കും. നമുക്കറിയാമല്ലോ, പൗലോസ് ഫിലിപ്പിയ പട്ടണത്തിൽ ചെന്ന് യേശുക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിച്ചപ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വാക്കാണ് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 16-ാം അധ്യായം അതിൻ്റെ 14 മുതലുള്ള വാക്യങ്ങളിലാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്, അല്ലേ? 14-ാമത്തെ വാക്യം ഒന്ന് നോക്കിക്കേ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 16:14 അവിടെ കൊടുത്തിരിക്കുന്നത് ലുദിയ എന്ന് പേരുള്ള ദൈവഭക്തി ആയിരുന്ന ഒരു സ്ത്രീ കേട്ടുകൊണ്ടിരുന്നു. അപ്പോൾ പൗലോസ് പ്രസംഗിച്ച കേട്ടുകൊണ്ടിരിക്കുക. പൗലോസ് സംസാരിച്ചത് ശ്രദ്ധിച്ചുകൊണ്ട് താൻ ഇരിക്കുമ്പോൾ കർത്താവ് അവളുടെ ഹൃദയം തുറന്നു. അപ്പോൾ പൗലോസ് സംസാരിക്കുന്ന കാര്യം അല്ലെങ്കിൽ പൗലോസ് പ്രസംഗിക്കുന്ന കാര്യം ഗ്രഹിക്കാൻ വേണ്ടി കർത്താവ് അവളുടെ ഹൃദയത്തെ എന്ത് ചെയ്തു? തുറന്നു എന്ന് നമുക്ക് അവിടെ കാണാൻ കഴിയും. അപ്പോൾ കേവലം പ്രസംഗം മാത്രമല്ല നടക്കുന്നത്, ഇതിൽ കർത്താവിൻ്റെ ഒരു പ്രവൃത്തിയുണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ ഒരു വ്യാപാരമുണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ ഒരു ക്രിയ ഈ പ്രസംഗത്തിൽ കൂടെയുണ്ട്. പ്രസംഗം ഇങ്ങനെ പ്രസംഗിച്ച് ചുമ്മാ പോവുകയല്ല. പ്രസംഗിക്കുന്ന വ്യക്തി പ്രസംഗിക്കുമ്പോൾ താൻ പ്രസംഗിക്കുന്ന കാര്യത്തെ ബാക്ക് ചെയ്യും പരിശുദ്ധാത്മാവ്. താൻ പ്രസംഗിക്കുന്ന വചനത്തെ ആത്മാവെടുത്ത് കേൾക്കുന്ന വ്യക്തികളുടെ ഹൃദയങ്ങളിൽ ക്രിയ ചെയ്ത് അവരുടെ അകക്കണ്ണുകളെ തുറക്കും. ഈ ലുദിയയുടെ കാര്യം നമ്മൾ കണ്ടല്ലോ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 11-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, 11-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അന്ത്യോക്യയിലെ സഭ ആരംഭിച്ച ആ ഫസ്റ്റ് ഇൻസ്റ്റൻസിൽ നടന്നൊരു കാര്യം ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 11-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യം തൊട്ട് നമ്മൾ വായിക്കുമ്പോൾ
ഈ അന്ത്യോക്യ സഭ തുടങ്ങിയത് ആരാണെന്ന് പേരവിടെ കൊടുത്തിട്ടില്ലെങ്കിലും അവിടെ കുപ്രോസുകാരും കുറേനക്കാർ അവർ വന്ന് അന്ത്യോക്യയിൽ വന്ന് അവരെന്ത് ചെയ്തു? യവനായ ആൾക്കാരോട് യേശു ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിച്ചു. 20-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? 20-ഉം 21-ഉം 20-21. അവരിൽ ചിലർ കുപ്രോസ്കാരും കുറേനക്കാരുമായിരുന്നു. അവർ അന്ത്യോക്യയ്ക്ക് ശേഷം യവനന്മാരോടും കർത്താവ് യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിച്ചു. കർത്താവിന്റെ കൈ അവരോടുകൂടെ ഉണ്ടായിരുന്നു. വലിയൊരു കൂട്ടം വിശ്വസിച്ച് കർത്താവിലേക്ക് തിരിഞ്ഞു. അവിടെ കണ്ടോ? അവിടെ സംസാരിച്ചു എന്നിവിടെ പറയുന്ന വേർഡ് പ്രീച്ചിങ് എന്നാണ്. പ്രസംഗിച്ചു. അപ്പൊ ഇവര് പ്രസംഗിക്കുക മാത്രമല്ല ചെയ്ത്. 21-ാമത്തെ വാക്യം നോക്കിക്കേ. കർത്താവിന്റെ കരം അവരുടെ കൂടെ ഉണ്ടായിരുന്നു. ദ ഹാൻഡ് ഓഫ് ദ ലോർഡ് വാസ് വിത്ത് ദം. കർത്താവിന്റെ കരവും ഇവരുടെ പ്രസംഗം കാരണം അനേകർ വിശ്വസിക്കുകയും കർത്താവിലേക്ക് തിരിയുകയും ചെയ്യും. അപ്പൊ പ്രസംഗിക്കുന്നയാള് ആത്മാ നിറവോടെ സുവിശേഷം പറയുമ്പോൾ പരിശുദ്ധാത്മാവ് താൻ പറഞ്ഞ വാക്കുകളെ എടുത്ത് വ്യക്തികളുടെ ഹൃദയങ്ങളെ തുറക്കുകയും ദൈവത്തിലേക്ക് തിരിക്കുകയും ചെയ്യുന്നു എന്ന് തിരുവചനത്തിൽ കൂടെ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെയാണ് അറിയാത്ത വ്യക്തികൾ കർത്താവിൻ്റെ നീതിയെക്കുറിച്ച് അറിയുന്നത്. അങ്ങനെയല്ലേ നമ്മൾ വന്നത്? അങ്ങനെയല്ലേ നമുക്കും അറിവ് ലഭിച്ചത്? അങ്ങനെയല്ലേ നമ്മുടെ ഹൃദയവും തുറന്നത്? അപ്പം ഈ ഒരു കാര്യം ഞാൻ മുൻകൂട്ടായിട്ട് പറയട്ടെ. അപ്പം പ്രാസംഗികനുണ്ട്, കർത്താവ് അയക്കണം തന്നെ. താൻ പറയുന്ന മെസ്സേജ് തൻ്റേതല്ല, തന്നെ അയച്ച കർത്താവിൻ്റെ മെസ്സേജാണ് പറയുന്നത്. അതിന് കണക്ക് കൊടുക്കണം. അതാണ് ഒന്നാമത്തെ കാര്യം. 2, പ്രസംഗം മാത്രമല്ല, പരിശുദ്ധാത്മാവ് ആ പ്രസംഗത്തിൽ ക്രിയ ചെയ്ത് വ്യക്തികളുടെ ഹൃദയങ്ങളെ തുറക്കുന്നു എന്നും നമ്മൾ കാണുവാനിടയായിട്ട്. ഇനി ഈ പ്രസംഗത്തോടുള്ള വിഷയത്തിൽ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്കൊന്ന് പഠിക്കാം, എന്നിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം അതിൻ്റെ 46 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് അവസാനമായി പറഞ്ഞ ചില കാര്യങ്ങളെയാണ് പ്രസംഗത്തോടുള്ള വിഷയത്തിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 24-46 മുതലുള്ള വാക്യം. ക്രിസ്തു കഷ്ടം അനുഭവിക്കുകയും 3-ാം നാൾ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും അവൻ്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനം യെരൂശലേമിൽ തുടങ്ങി സകല ജാതികളിലും പ്രസംഗിക്കുകയും വേണം എന്ന് ഇങ്ങനെ എഴുതിയിരിക്കുന്നു. അപ്പൊ എന്തോ പ്രസംഗിക്കണ്ടേ? സബ്ജക്റ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്, എന്തോ പ്രസംഗിക്കേണ്ടതെന്ന്. കടഭാരം മാറ്റുന്നവൻ എന്നാണെന്നോ? അങ്ങനാണോ? എന്തോ പ്രസംഗിക്കേണ്ട അവിടെ? യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പാപമോചനമുണ്ട് എന്ന് പ്രസംഗിക്കണം. കർത്താവ് ക്ലിയർ ഇൻസ്ട്രക്ഷൻ കൊടുത്തിരിക്കുക. അപ്പോൾ ക്രിസ്തു ഇങ്ങനെ കഷ്ടം അനുഭവിക്കുകയും 3-ാം നാൾ ഉയർത്തപ്പെടുകയും ചെയ്യും. അത് എന്തുകൊണ്ടാ യേശു മരിച്ചത്, എന്തുകൊണ്ടാ ഉയർത്തെഴുന്നേറ്റത് എന്നുള്ള കാര്യം പ്രസംഗിക്കുന്ന വ്യക്തി പ്രസംഗിക്കുകയും ഈ കർത്താവിൽ വിശ്വസിക്കുന്നവന് പാപമോചനമുണ്ട് എന്ന് പറയുകയും ചെയ്യണം. അപ്പൊ പ്രസംഗത്തിന്റെ സെന്റർ പോയിന്റ് എന്തോ? വാട്ട് ഈസ് ദ സെന്റർ ഓഫ് പ്രീച്ചിങ്? ഇറ്റ് ഈസ് ദ ക്രോസ്. യേശുക്രിസ്തുവിന്റെ ക്രൂശും തൻ്റെ ഉയർത്തെഴുന്നേൽപ്പുമാണ് പ്രസംഗത്തിന്റെ സെന്റർ. മനസ്സിലാകുന്നുണ്ടോ? പണ്ട് സാജി ജോൺ പാസ്റ്റർ ഒരു പ്രസംഗത്തിൽ കൂടെ പറഞ്ഞത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. കുറേ വർഷം, 10-15 വർഷം മുമ്പ് പ്രസംഗിച്ച ഒരു കാര്യം. ഇന്ന് പലയിടത്ത് ക്രൂസൈഡ് നടക്കുന്നുണ്ട്. ക്രൂസൈഡിന്റെ അർത്ഥം ക്രോസ് എന്നാ, ക്രൂശ് എന്നതിൻ്റെ അർത്ഥം. പക്ഷെ ക്രൂസൈഡിൽ നിന്ന് ബോർഡ് ഉണ്ടെങ്കിലും പ്രസംഗിക്കുന്ന എന്ത് പറയുമ്പോൾ ക്രൗണേഡ് എന്ന്. അതായത് കർത്താവിൻ്റെ അടുക്കെ വന്നു കഴിഞ്ഞാൽ ക്രൂശ് എടുക്കണമെന്നൊന്നുമല്ല പറയുന്നത്, കർത്താവിൻ്റെ അടുക്ക വന്ന് നിങ്ങൾക്ക് കിരീടം കിട്ടുമെന്നാണ് പറയുന്നത്. കിരീടത്തെക്കുറിച്ചാണ് പറയുന്നത്, ക്രൂസൈഡ് അല്ല, ക്രൗണേഡ് എന്ന് പാസ്റ്റർ പറഞ്ഞത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അപ്പം ക്രൂസൈഡ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ?
നമ്മുടെ പ്രസംഗത്തിന്റെ സെന്റർ പോയിന്റ് എന്താ? ക്രിസ്തുവിന്റെ ക്രൂശ് മരണം, തൻ്റെ ഉയർപ്പും. അതിനോട് ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യമാണ് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് എന്തുണ്ട്? പാപമോചനം ഉണ്ട് എന്ന് പറയുക. എന്നിട്ട് ആ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മൾ താഴോട്ട് വരുമ്പോഴേ 49 വാക്യം നോക്കിക്കേ. 48 വാക്യം, ഇതിന് നിങ്ങൾ സാക്ഷികളാകുന്നു. 49 വാക്യം, എൻ്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും, നിങ്ങൾക്ക് ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർപ്പീൻ എന്ന് അവരോട് പറഞ്ഞു. പ്രസംഗിക്കണം എന്ന് പറഞ്ഞു. എന്തുവാ പ്രസംഗിക്കേണ്ടതെന്നും പറഞ്ഞു. എങ്ങനെ പ്രസംഗിക്കണം? ശക്തി ലഭിക്കുവോളം നഗരത്തിൽ പാർക്കണം, നഗരത്തിൽ വിട്ടുപോകരുത്. യെരുശലേമിൽ പാർത്ത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പ്രാപിച്ച് അല്ലെങ്കിൽ ആത്മസ്നാനം പ്രാപിച്ച് വേണം ഈ ശുശ്രൂഷ ചെയ്യാൻ. അല്ലാതെ എൻ്റെ കൂടെ നിങ്ങൾ 3.5 കൊല്ലം നടന്നതിൻ്റെ പരിചയം കൊണ്ട് നിങ്ങൾക്ക് ഇത് കഴിയത്തില്ല കേട്ടോ. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ആത്മസ്നാനത്തിൻ്റെ എത്ര ഇമ്പോർട്ടൻസ് ആണ്. എൻ്റെ കൂടെ 3.5 കൊല്ലം നടന്നത് കൊണ്ട്, പരിചയമുള്ളത് കൊണ്ട് നിങ്ങൾക്ക് ചെന്ന് ഇത് ചെയ്യാം എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. അങ്ങനെയുള്ള ഒരു ദൗത്യമല്ല ഇത്. ഇത് വളരെ പ്രധാനപ്പെട്ട ദൗത്യമാണ്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും ബലവും കൂട്ടായ്മയില്ലാതെ ഈ ശുശ്രൂഷ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്ന് അന്ന് യേശുവിൻ്റെ കൂടെ നടന്ന 3.5 കൊല്ലം ഇരുന്നും നടന്നും കഴിച്ചവരോട് പറയുമെങ്കിൽ, ഇന്ന് എനിക്കും നിങ്ങൾക്കും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം എത്ര ആവശ്യമാണ്. ആത്മസ്നാനത്തിൻ്റെ നിറവ്, ആത്മാവിൻ്റെ നിറവ് എത്ര ആവശ്യമാണ് സുവിശേഷ പ്രസംഗ ഘോഷണത്തിൽ. അപ്പോൾ എന്ത് പ്രസംഗിക്കണം, എങ്ങനെ പ്രസംഗിക്കണം? അവിടെ ആ കൊടുത്തിരിക്കുന്ന പദം കണ്ടോ? നിങ്ങൾക്ക് ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം, യു ആർ ക്ലോത്ത്ഡ് വിത്ത് ദ പവർ. ശക്തി ധരിക്കുക. ആത്മാവിൻ്റെ ആ സ്നാനം, യേശു കർത്താവ് നമ്മളെ ആത്മാവിലേക്ക് നമ്മളെ സ്നാനപ്പെടുത്തുക. ഈ ബാപ്റ്റൈസസ് ഇൻ ദി ഹോളി സ്പിരിറ്റ്, എംപവേഴ്സ് us. നമുക്ക് കർത്താവ് അസാധാരണമായിരിക്കുന്ന, സൂപ്പർ നാച്ചുറൽ ആയിരിക്കുന്ന ശക്തി നൽകും ഈ പ്രസംഗിക്കുവാനും ഘോഷിക്കുവാനും. ഇന്ന് രാത്രിക്കാലം എത്ര പേരത് വിശ്വസിക്കുന്നു? സ്തോത്രം. നമ്മൾ ആരും ഇങ്ങനെ ചിന്തിക്കരുത്, ഇത് ഏതോ ഇലൈറ്റായിരിക്കുന്ന അല്ലെങ്കിൽ ഏതോ വലിയ ദൈവദാസന്മാർക്ക് എന്തോ കൊടുക്കുന്ന ഒരു കാര്യമാണ്, സംഗതിയാണെന്നല്ല. തന്നിൽ വിശ്വസിക്കുന്ന ഏത് ദൈവമക്കൾക്കും കർത്താവ് പറഞ്ഞ വാഗ്ദത്തമാണ് ഇത്. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? എനിക്ക് എൻ്റെ സഹോദരങ്ങളോട്, എൻ്റെ കൂട്ടുകാരോട്, എൻ്റെ അയൽക്കാരോട് സുവിശേഷം അറിയിക്കണം. അതിന് കർത്താവെ എന്നെ ആത്മാവിൽ നിറയ്ക്കുമാറാകണമേ, എന്നെ ആത്മാവിൽ നിറയ്ക്കുമാറാകണമേ. സുവിശേഷം എന്താണെന്ന് എനിക്ക് സ്വയമേ ഗ്രഹിക്കുവാനും ആത്മനിറവോടുകൂടെ ഇത് പ്രസംഗിക്കുവാനും പറയുവാനും കർത്താവിനെ ഇടയാക്കുമാറാകണം. അപ്പം ഇതാണ് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ കർത്താവ് പറഞ്ഞത്. അതുപോലെ തന്നെ മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 16-ാം അധ്യായത്തിന്റെ 15-16 വാക്യങ്ങൾ, 15-16 വാക്യങ്ങളിലും ഇത് തന്നെ. പിന്നെ അവൻ അവരോട്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പീൻ. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. സ്നാനമേൽക്കുന്നവൻ രക്ഷിക്കപ്പെടുന്നല്ല, അവിടെ ശ്രദ്ധിക്കണേ. 16-ാമത്തെ വാക്യം, വിശ്വസിക്കുകയും. എന്താ വിശ്വസിക്കണം? 15-ാമത്തെ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ, സുവിശേഷം ഘോഷിക്കുമ്പോൾ ആ സുവിശേഷ വചനം വിശ്വസിക്കുന്ന വ്യക്തി എന്ത് ചെയ്യും? കർത്താവിൻ്റെ കൽപ്പനയായ സ്നാനം പെടും. നിർബന്ധിക്കേണ്ട ആവശ്യമില്ല. സുവിശേഷം കേട്ട് വിശ്വസിക്കുന്ന വ്യക്തി സ്നാനപ്പെടും. എന്നാൽ രക്ഷ സ്നാനപ്പെടുന്നതിലല്ല, രക്ഷ സുവിശേഷം കേൾക്കുന്നതിലാണ്. രക്ഷ സുവിശേഷം വിശ്വസിക്കുന്നതിലാണ് രക്ഷ. ഇന്ന് അനേകര് സ്നാനപ്പെട്ടിട്ടുണ്ടെങ്കിലും സുവിശേഷം കേട്ടോ? സുവിശേഷം കേട്ടോ? ഇല്ല. എന്തുവാ കേട്ടത്? കർത്താവ് പറഞ്ഞു സ്നാനപ്പെടണം.
സ്നാനമല്ല രക്ഷ. സ്നാനമല്ല രക്ഷ. സ്നാനപ്പെട്ടത് കൊണ്ട് രക്ഷിക്കപ്പെട്ടു എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്നാൽ സുവിശേഷം കേട്ട് വിശ്വസിക്കുന്ന വ്യക്തികളാണ് രക്ഷിക്കപ്പെടുന്നത്. അങ്ങനെ സുവിശേഷം കേട്ട വ്യക്തി യേശു പറഞ്ഞ കൽപ്പനയാകുന്ന ആ വിശ്വാസ സ്നാനം താനത് ചെയ്യും. എന്നാൽ രക്ഷയുടെ ബേസ് ഇരിക്കുന്നത് സുവിശേഷത്തിലാണ്. യേശു ക്രിസ്തുവിൻ്റെ ആ മരണം, ഉയർപ്പ്, ആ ക്രൂശ് മരണത്തോടുള്ള ബന്ധത്തിൽ നാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുന്നു എന്നുള്ള സുവിശേഷ വചനത്തിലാണ് രക്ഷ ഇരിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ലൂക്കോസിൻ്റെ സുവിശേഷവും ഈ പറയുന്ന മർക്കോസിൻ്റെ സുവിശേഷത്തിലും നമുക്ക് പ്രസംഗം എന്താണ് പ്രസംഗിക്കേണ്ടത്, എങ്ങനെയാണ് പ്രസംഗിക്കേണ്ടത് എന്ന് ഞാൻ നിങ്ങളെ കാണിക്കുവാനിടയായി തീർന്നു. പ്രസംഗിച്ച് മാത്രം പോയാൽ മതിയോ? സുവിശേഷം മാത്രം പ്രസംഗിച്ച് പോയാൽ മതിയോ? ഇല്ല. അതിൻ്റെ അടുത്തൊരു വശം കൂടെ. അതാണ് മത്തായി എഴുതിയ സുവിശേഷം 28-ാം അധ്യായം അതിൻ്റെ 18 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നു. മത്തായി എഴുതിയ സുവിശേഷം 28-ന്റെ 18-ാമത്തെ വാക്യം. യേശു അടുത്തു ചെന്നു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. അപ്പം സുവിശേഷം പ്രസംഗിക്കുക മാത്രമല്ല കർത്താവ് നമുക്ക് തന്ന ദൗത്യം. പ്രസംഗിച്ച് സുവിശേഷം കേട്ട് രക്ഷിക്കപ്പെട്ട് വന്നവരെ കർത്താവ് പഠിപ്പിച്ച കാര്യങ്ങൾ ഉപദേശിക്കണം. അല്ലാതെ ഫിലിപ്പോസ് ഷണ്ണനെ സ്നാനപ്പെടുത്തി ഷണ്ണൻ്റെ വഴിക്ക് പോയി, ഫിലിപ്പോസിൻ്റെ വഴിക്ക് പോയി എന്ന് പറയുന്നത് അതിനൊരു അടിസ്ഥാനമില്ല. നാം പ്രസംഗിക്കുക, സുവിശേഷം കേട്ട് വിശ്വാസത്തിൽ ഒരാൾ വന്നു, രക്ഷിക്കപ്പെട്ടു. ഇനി എന്താ? ഇനി അടുത്തതാണ് മത്തായിയിൽ നമ്മൾ കാണുന്നത്. അടുത്തത്, ആ വന്ന വ്യക്തി യേശു പഠിപ്പിച്ച കാര്യങ്ങൾ കേട്ട് അത് പ്രമാണിക്കാൻ തക്കവണ്ണം കർത്താവിൻ്റെ കർത്തൃത്വത്തിൽ കീഴ്പ്പെട്ട് ഉപദേശം കൈക്കൊണ്ട് അനുദിനം ജീവിക്കണം. ഇതെല്ലാം ഒരു പാക്കേജിൽ പെടുന്നതാണ്. എല്ലാം ഒന്നിൽ വരുന്ന കാര്യമാണ്. അപ്പം രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ഞാൻ സുവിശേഷം കേട്ടു, ഇനി ഞാൻ നരകത്തിൽ പോകത്തില്ല എന്നത് മാത്രം പറയുന്നതല്ല. രക്ഷിക്കപ്പെടുക എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ പാപത്തിൽ നിന്ന് കർത്താവ് എന്നെ വിടുവിച്ചു, എന്നെ വിശ്വാസത്താൽ നീതീകരിച്ചു. ഓക്കെ, അടുത്തെന്താ? കർത്താവ് കൽപ്പിച്ച സകലതും അത് പ്രമാണിക്കുവാൻ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ പ്രമാണിക്കുവാൻ ഞാൻ യേശുവിൻ്റെ കർത്തൃത്വത്തിൻ്റെ കീഴിലാണ്. കർത്താവ് പഠിപ്പിക്കുന്നതെല്ലാം അതേ അനുസരിച്ച് ജീവിക്കുവാൻ ആത്മാവിൻ്റെ ബലത്തോടു കൂടി, കേട്ടോ, നമ്മുടെ ശക്തിയോടെ നമ്മുടെ ബലത്തോടു കൂടിയല്ല, ആത്മാവിൻ്റെ സഹായത്താൽ അതുപോലെ ജീവിക്കുവാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നതാണ് യഥാർത്ഥ രക്ഷിക്കപ്പെട്ടതിൻ്റെ ഫലം. രക്ഷിക്കപ്പെട്ടതെന്ന് അങ്ങനെ മനസ്സിലാകുന്നു. അല്ലാതെ എവിടെയെങ്കിലും ഒരു കൈ ഉയർത്തിയുള്ളത് കൊണ്ടോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും തോന്നിയത് കൊണ്ടോ നമ്മളോട് ആരെങ്കിലും ഇങ്ങനെയൊക്കെ പറഞ്ഞ് വിശ്വാസവചനം പറഞ്ഞപ്പോൾ ഞാനും ഏറ്റു പറഞ്ഞത് കൊണ്ടോ ഒന്നും രക്ഷയുടെ ഫലമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. രക്ഷയുടെ ഫലം, രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയുടെ ഫലം താൻ ക്രിസ്തുവിൽ തുടരുന്ന ഒരു അനുഭവം ഉണ്ടാകും, ക്രിസ്തുവിൽ വസിക്കുന്ന ഒരു അനുഭവം ഉണ്ടാകും, കർത്താവിൻ്റെ യേശു ക്രിസ്തുവിൻ്റെ കർത്തൃത്വത്തിൻ്റെ കീഴിൽ വരുന്നൊരു അനുഭവം ഉണ്ടാകും. അതില്ലേ നമ്മൾ റോമാലേഖനത്തിൽ നമ്മൾ കണ്ടത് പ്രിയരെ? റോമാലേഖനം 10-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ നമ്മൾ എന്താ കണ്ടത്? യേശുവിനെ കർത്താവ് എന്ന് വായ കൊണ്ട് ഏറ്റു പറയുന്നവൻ, അങ്ങനെയല്ലേ? കർത്താവ്. അപ്പം
രക്ഷിക്കപ്പെടുന്ന ഒരു വ്യക്തി യേശുവിൻ്റെ കർത്തൃത്വത്തിൻ്റെ കീഴിലാണ് വരുന്നത്. ഈ കംസ് അണ്ടർ ദി ലോർഡ്ഷിപ്പ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. മത്തായി എഴുതിയ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 28, 29 വാക്യങ്ങൾ നോക്കിക്കേ പ്രിയരെ. പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് 28-ാം വാക്യം എല്ലാവർക്കും മനഃപ്പാടമാണ് മിക്കവർക്കും. 29-ാമത്തെ വാക്യത്തിൽ ഒരു ഡിമാൻഡ് കർത്താവ് അവിടെ പറയുന്നുണ്ട്. 28-ാമത്തെ വാക്യം നോക്കിക്കേ. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ആയുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. എന്നിട്ട് 29-ാമത്തെ വാക്യം നോക്കിക്കേ. ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകയാൽ എൻ്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ. അപ്പൊ കർത്താവ് നമ്മളെ വിളിക്കുന്നത് ആശ്വാസം തരാൻ വേണ്ടി മാത്രമാണോ? പാപത്തിൽ നിന്നും പാപഭാരത്തിൽ നിന്നും ആശ്വാസം തരാൻ വേണ്ടി മാത്രമാണോ വിളിക്കുന്നത്? അല്ല, അത് തരുന്നുണ്ട്. എന്നാൽ 29-ാമത്തെ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ നുകത്തിൻ്റെ കീഴിൽ വന്ന് കർത്താവിനെ നോക്കി പഠിപ്പാൻ, കർത്താവിനെ പോലെയായി തീരുവാനാണ് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഇത് പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കണം. അപ്പോൾ സുവിശേഷം പ്രസംഗിക്കണം. പ്രസംഗിച്ച് വിശ്വാസത്തിൽ വന്നവരെ എന്ത് ചെയ്യണം? ഉപദേശിക്കണം. പ്രീച്ചിങ് ആൻഡ് ടീച്ചിങ്. യേശുക്രിസ്തു ഇപ്പോഴും ദൈവസഭയിൽ അങ്ങനെ ചെയ്യുന്നത്. താൻ ഈ ഭൂമിയിൽ ഐഹിക ശുശ്രൂഷയുടെ ബന്ധത്തിലായിരുന്നപ്പോഴും കർത്താവിൻ്റെ മിനിസ്ട്രിയിൽ ഈ 3 കാര്യമുണ്ടായിരുന്നു. പ്രസംഗിച്ചു, പഠിപ്പിച്ചു, ഉപദേശിച്ചു, സൗഖ്യമാക്കി. മത്തായി എഴുതിയ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 23-ാമത്തെ വാക്യത്തിലാണ് ഞാൻ ഈ പറയുന്ന കാര്യം നമുക്ക് കാണാൻ കഴിയുന്നത്. മത്തായി എഴുതിയ സുവിശേഷം 4:23. പിന്നെ യേശു ഗലീലയിൽ ഒക്കെയും ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് അവരുടെ പള്ളികളിൽ ഉപദേശിക്കുകയും രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുകയും, പിന്നെ അടുത്തത് സകല ദീനതയും, ജനത്തിലുള്ള സകല ദീനതയും വ്യാധിയെയും സൗഖ്യമാക്കുകയും ചെയ്തു. 3 കാര്യം. 1 ഉപദേശിച്ചു, 2 പ്രസംഗിച്ചു, 3 സൗഖ്യമാക്കി. അല്ലാതെ സൗഖ്യമാക്കി 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 അതല്ല എഴുതിയിരിക്കുന്നത്. സൗഖ്യമുണ്ട്, എന്നാൽ പ്രസംഗവും ഉപദേശവും കർത്താവിൻ്റെ മിനിസ്ട്രിയിൽ ഏറ്റവും കൂടുതലായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രസംഗിക്കുകയും ഉപദേശിക്കുകയും ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് അപ്പോസ്തല പ്രവൃത്തികളിലോ പുസ്തകത്തിലൂടെ കേന്ദ്രീകരിച്ച് ചില കാര്യങ്ങൾ പഠിച്ചിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ പത്രോസിൻ്റെ 3 പ്രസംഗമുണ്ട്. സ്തേഫാനോസിൻ്റെ 1 പ്രസംഗവും പൗലോസിൻ്റെ 7 പ്രസംഗവും നമുക്ക് കാണാൻ കഴിയും. അപ്പം ആത്മാവ് വന്നാൽ പ്രസംഗം നിൽക്കത്തില്ല. ആത്മാവ് വന്നാൽ യഥാർത്ഥമായി നാം പ്രസംഗിച്ച് തുടങ്ങും. ചിലർ പറയുന്നത് ആത്മാവ് വന്നു അതുകൊണ്ട് ഇനി പ്രസംഗിക്കുന്നില്ലെന്ന. ആത്മാവ് വന്നു അതുകൊണ്ട് ബൈബിളൊക്കെ നമുക്ക് അങ്ങ് അടയ്ക്കാം, ഇനി പ്രസംഗമില്ല, കുറിപ്പുകളില്ല, അതൊന്നും ഇല്ലെന്നാണ് പറയുന്നത്. പക്ഷെ അങ്ങനല്ല അപ്പോസ്തല പ്രവൃത്തി വായിക്കുമ്പോൾ മനസ്സിലാകുന്നത്. ആത്മാവ് വന്ന സഭയിൽ അല്ലെങ്കിൽ സഭകളിൽ പ്രസംഗമുണ്ടായിരുന്നു, ഉപദേശം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് വ്യക്തമായി നമുക്ക് കാണാൻ കഴിയും. അവിടെ തന്നെ നോക്കിക്കുക, എത്ര പ്രസംഗമാണ്. 11 പ്രസംഗം തന്നെ പത്രോസിൻ്റെയും സ്റ്റീഫൻ്റെയും പൗളിൻ്റെയും കൂടെ ഒരുമിച്ച് നോക്കിയാൽ 11 മെസ്സേജസ് തന്നെ അപ്പോസ്തല പ്രവൃത്തിയിലുണ്ട്, പ്രസംഗം. ഈ പെന്തക്കോസ് നാളിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി 120 പേരുടെ മേൽ വന്ന് അവരെ ആത്മാവിനാൽ നിറച്ച് കഴിഞ്ഞപ്പോൾ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 14 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ പത്രോസിൻ്റെ ആദ്യത്തെ പ്രസംഗമാണ് നമുക്കിവിടെ കാണുന്നത്. പത്രോസിൻ്റെ ആദ്യത്തെ പ്രസംഗം 14 തൊട്ട് 36-ാം വാക്യം വരെയുള്ള വാക്യങ്ങളിൽ പത്രോസിൻ്റെ ആദ്യത്തെ പ്രസംഗമാണ് നമുക്കവിടെ കാണാൻ കഴിയും. പത്രോസിൻ്റെ 2-ാമത്തെ പ്രസംഗം 3-ാം അധ്യായം 13 തൊട്ട് 26 വരെയുള്ള വാക്യങ്ങളിൽ പത്രോസിൻ്റെ 2-ാമത്തെ പ്രസംഗം നമുക്ക് കാണാൻ കഴിയും. 3-ന്റെ 13 തൊട്ട്
26 വരെയുള്ള വാക്യങ്ങൾ. മൂന്നാമത്തെ പ്രസംഗം താൻ ചെയ്തത് കൊർന്നല്യോസിന്റെ ഭവനത്തിലാണ്. 10-ാം അധ്യായം അതിൻ്റെ 34 തൊട്ട് 43 വരെയുള്ള വാക്യങ്ങൾ. 10-ന്റെ 34 തൊട്ട് 43 വരെയുള്ള വാക്യങ്ങളിൽ മൂന്നാമത്തെ പത്രോസിന്റെ മെസ്സേജ് നമുക്ക് കാണാൻ കഴിയും. സ്തേഫാനോസിന്റെ മെസ്സേജ് 7-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ സ്തേഫാനോസിന്റെ മെസ്സേജ് പ്രസംഗം നമുക്ക് കാണാൻ കഴിയും. ഈ പ്രസംഗമൊക്കെ നിങ്ങൾക്ക് സമയമുള്ളപ്പോൾ ഒന്ന് വായിക്കണം. എന്നിട്ട് ഇന്നത്തെ പ്രസംഗവുമായിട്ടൊന്ന് വിലയിരുത്തണം. ഇന്നത്തെ സുവിശേഷ ഘോഷണമായിട്ടൊന്ന് വിലയിരുത്തണം. വചനത്തിൽ പ്രസംഗിക്കുന്നതും ഇന്ന് സുവിശേഷം പ്രസംഗിക്കുന്നതിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്ന് നമ്മളെ തന്നെ ഒന്ന് നോക്കി അതിനൊന്ന് വിലയിരുത്തണം. അടുത്തത് പൗലോസിന്റെ പ്രസംഗം 13-ാം അധ്യായത്തിന്റെ അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായം അതിൻ്റെ 16 തൊട്ട് 41 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസിന്റെ ഒന്നാമത്തെ പ്രസംഗം നമുക്ക് കാണാൻ കഴിയും. ഞാൻ അധ്യായങ്ങൾ മാത്രം പറഞ്ഞു പോകും. അപ്പോസ്തല പ്രവൃത്തിയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോണം. അടുത്ത പ്രസംഗം 17-ാം അധ്യായം അതിൻ്റെ 22 തൊട്ട് 31 വരെയുള്ള വാക്യങ്ങളിലാണ് പൗലോസിന്റെ അടുത്ത പ്രസംഗം. 17-ന്റെ 22 തൊട്ട് 31 വരെയുള്ള വാക്യം. അടുത്തത് 20-ാം അധ്യായം 18 തൊട്ട് 35 വരെയുള്ള വാക്യങ്ങൾ. 20-ന്റെ 18 തൊട്ട് 35 വരെയുള്ള വാക്യങ്ങൾ. അടുത്തത് 22-ാം അധ്യായം അതിൻ്റെ 3 തൊട്ട് 21 വരെയുള്ള വാക്യങ്ങളിൽ. 22-ന്റെ 3 തൊട്ട് 21 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് അപ്പോസ്തലന്റെ അടുത്ത പ്രസംഗം. 24-ാം അധ്യായം 10 തൊട്ട് 21. 24-ന്റെ 10 തൊട്ട് 21 വരെയുള്ള വാക്യം. 26-ാം അധ്യായം അതിൻ്റെ 2 തൊട്ട് 29 വരെയുള്ള വാക്യങ്ങൾ. 26-ന്റെ 2 തൊട്ട് 29. അവസാനം 28-ാം അധ്യായത്തിന്റെ 25 തൊട്ട് 28 വരെയുള്ള 28-ന്റെ 25 തൊട്ട് 28 വരെയുള്ള. ദൈവമക്കൾക്ക് സമയമുള്ളപ്പം ഈ 11 പ്രസംഗം നിങ്ങളൊന്ന് വായിക്കണം. വായിക്കുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും മനസ്സിലാവും. എന്തായ ആദ്യ നൂറ്റാണ്ട് സഭ പത്രോസും സ്തേഫാനോസും പൗലോസും ഒക്കെ പ്രസംഗിച്ചത്. ഞാൻ അതിൻ്റെ ചില ഔട്ട്ലൈൻ ഞാൻ നിങ്ങൾക്ക് തരാം. ഈ പ്രസംഗത്തിനെല്ലാം ക്രോഡീകരിച്ച് എൻ്റെ പഠനത്തിൽ എനിക്ക് മനസ്സിലായ ചില കാര്യം. ഒന്ന്, ഈ 11 പ്രസംഗങ്ങളിൽ കോമൺ ആയിട്ട് കാണുന്ന ചില കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ. ഒന്ന്, യേശുവിൻ്റെ മരണവും ഉയർപ്പും പ്രസംഗിക്കുന്നുണ്ട്. അത് സെന്ററാണ്. ഈ പ്രസംഗത്തിൻ്റെ സെന്റർ ക്രൈസ്റ്റ്, ഡെത്ത് ആൻഡ് റിസറക്ഷൻ, യേശുവിൻ്റെ മരണവും ഉയർപ്പും. 2, യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കുക മാത്രമല്ല, പിതാവിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്ന എക്സോൾട്ടഡ് ക്രൈസ്റ്റ്, വാഴ്ത്തപ്പെട്ട കർത്താവിനെ നമുക്ക് അവിടെ കാണാൻ കഴിയും. മൂന്നാമത്തെ ഒരു സംഗതി, നീഡ് ഓഫ് റിപ്പൻറ്റൻസ് ആൻഡ് ഫെയ്ത്ത്, മാനസാന്തരത്തിൻ്റെ ആവശ്യകതയും ജെന്യുവിൻ ഫെയ്ത്ത്, യഥാർത്ഥമായ വിശ്വാസത്തിൻ്റെ ആവശ്യകതയും പറയുന്നു. മാനസാന്തരത്തിൻ്റെ ആവശ്യകത ഈ 11 മെസ്സേജസിൽ നമുക്ക് കാണാൻ കഴിയും. ദ നെസസിറ്റി ഓഫ് റിപ്പൻറ്റൻസ്. അടുത്തത്, ഫോർഗിവ്നെസ് ഓഫ് സിൻ. ഇങ്ങനെ മാനസാന്തരപ്പെട്ട് വരുന്നവർക്ക് കർത്താവ് വാഗ്ദത്തം ചെയ്യുന്നത് അവരുടെ പാപങ്ങളെ കർത്താവ് കണക്കിടുന്നില്ല, അവരുടെ പാപങ്ങളെ ക്ഷമിക്കുന്നു. അടുത്തത്, ഈ പ്രസംഗത്തിൽ
പഴയ നിയമത്തിൻ്റെ വചനങ്ങളെ കോട്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതൊരു വലിയൊരു ഘടകമാണ്. അവർ പറയുന്ന പ്രസംഗങ്ങൾ, അവർ ചെയ്യുന്ന പ്രസംഗങ്ങൾക്കെല്ലാം ഒരു ബേസ് ഉണ്ട്, വചനമുണ്ട്, അല്ലേ? നമ്മൾ ഈ ഒന്നാമത്തെ പ്രസംഗം ഒന്ന് നോക്കിക്കേ, അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൻ്റെ പത്രോസിൻ്റെ പ്രസംഗം ഒന്ന് നോക്കിക്കേ, 16-ാം വാക്യം 2:16 നോക്കിക്കേ. യോവേൽ പ്രവാചകൻ പറഞ്ഞ ആ വചനത്തിൻ്റെ നിവൃത്തിയാണെന്നാ പത്രോസ് പറയുന്നത്, അല്ലേ? അതിനുശേഷം 24-ാം അധ്യായം എന്ന് വന്നേ, 24-ാം വാക്യം, 2:24. ആ മനുഷ്യൻ്റെ ദൈവവചന വ്യാഖ്യാനം ഒന്ന് നോക്കിക്കേ, ആ പത്രോസിൻ്റെ 24-ാം വാക്യം നോക്കിക്കേ. ദൈവമോ മരണഭാഷങ്ങൾ അഴിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു, മരണം അവനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു. ഇതെവിടുന്നായി പറയുന്നത്? അങ്ങനെ ഒരു കാര്യം നടന്നു, സത്യം. പക്ഷെ ഇതിൻ്റെ ബേസ് എന്താ? അതിൻ്റെ ബേസ് 25-ാമത്തെ വാക്യം നോക്കിക്കേ. ഞാൻ കർത്താവിനെ എപ്പോഴും എൻ്റെ മുമ്പിൽ കണ്ടിരിക്കുന്നു, അവൻ എൻ്റെ വലത്തുഭാഗത്തിരിക്കുകയാൽ ഞാൻ കുലുങ്ങിപ്പോകുകയില്ല. അതുകൊണ്ട് എൻ്റെ ഹൃദയം സന്തോഷിച്ച് എൻ്റെ നാവ് ആനന്ദിച്ച് എൻ്റെ ജഡവും പ്രത്യാശയോടെ വസിക്കും. നീ എൻ്റെ പ്രാണനെ പാതാളത്തിലേക്ക് വിടുകയില്ല, നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണാൻ സമ്മതിക്കുകയില്ല. നീ ജീവമാർഗങ്ങളെ എന്നോട് അറിയിച്ചു, നിന്റെ സന്നിധിയിൽ എന്നെ സന്തോഷപൂർണനാക്കും എന്ന് ദാവീദ് അവനെക്കുറിച്ച് പറയുന്നുവല്ലോ. സങ്കീർത്തനത്തിൽ നിന്ന് വാക്യങ്ങളെ കോട്ട് ചെയ്തിട്ട് യേശുവിൻ്റെ ഉയർപ്പിനെ കുറിച്ച് താൻ ആ വാക്യത്തിനെ ബേസ് ചെയ്ത് പ്രസംഗിച്ചു. നോക്കിക്കേ, പഴയ നിയമം എടുത്തിട്ട് ജീസസിൻ്റെ ഉയർപ്പിനെ കുറിച്ച് പ്രസംഗിച്ചു. എന്തോ വചനം കൃത്യമായിരുന്നു ആദ്യ നൂറ്റാണ്ട് സഭയിൽ. ഞാൻ വേറൊരു കാര്യം കൂടെ കാണിക്കാം. ഈ ഫിലിപ്പോസിൻ്റെ വചനവ്യാഖ്യാനം ഒന്ന് നോക്കിക്കേ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 8-ാം അധ്യായം, ഷണ്ണനോട് ഉള്ള ബന്ധത്തിൽ 30-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. 8:30 തൊട്ടുള്ള വാക്യം. ഫിലിപ്പോസ് ഓടിച്ചെല്ലുമ്പോൾ യെശയ്യാപ്രവാചകന്റെ പുസ്തകം വായിക്കുന്നത് കേട്ടു. നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നുവെന്ന് ചോദിച്ചതിന്, ഒരുത്തൻ പൊരുൾ തിരിച്ചു തരാഞ്ഞാൽ എങ്ങനെ ഗ്രഹിക്കുമെന്ന് അവൻ പറഞ്ഞു. ഫിലിപ്പോസ് കയറി തന്നോടുകൂടി ഇരിക്കണമെന്ന് അപേക്ഷിച്ചു. തിരുവെഴുത്തിൽ അവൻ വായിച്ച ഭാഗമാവിത്: അറുക്കുവാനുള്ള ആടിനെ പോലെ അവനെ കൊണ്ടുപോയി, രോമം കത്രിക്കുന്നവന്റെ മുൻപാകെ മിണ്ടാതിരുന്ന കുഞ്ഞാടിനെ പോലെ അവൻ വായ തുറക്കാതെ ഇരുന്നു. അവന്റെ താഴ്ചയിൽ അവന് ന്യായം കിട്ടാതെ പോയി. അവന്റെ തലമുറയെ ആർ വിചാരിക്കും? ഭൂമിയിൽ നിന്ന് അവന്റെ ജീവനെ എടുത്തു കളയുന്നുവല്ലോ. ഷണ്ണൻ ഫിലിപ്പോസിനോട്, ഇത് പ്രവാചകൻ ആരെക്കുറിച്ച് പറയുന്നു? തന്നെക്കുറിച്ചോ മറ്റൊരുത്തനെ കുറിച്ചോ എന്ന് പറഞ്ഞു തരണമെന്ന് അപേക്ഷിച്ചു. ഫിലിപ്പോസ് ഈ തിരുവെഴുത്ത് ആധാരമാക്കി അവനോട് യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിപ്പാൻ തുടങ്ങി. കണ്ടോ, യെശയ്യാ 53 എടുത്തിട്ട് ആ 35-ാമത്തെ വാക്ക് ഫിലിപ്പോസ് ഈ തിരുവെഴുത്ത് ആധാരമാക്കി. അല്ലാതെ ഇപ്പം ബ്രദറെ 51-ാം വീട് നമുക്ക് വേറൊരു സബ്ജക്റ്റ് എടുത്തിട്ട് പറയാം, അങ്ങനൊന്നുമല്ല. ആ തിരുവെഴുത്തിനെ ആധാരമാക്കി. അപ്പോൾ ഈ 11 പ്രസംഗത്തിൽ പ്രസംഗിച്ച പത്രോസും സ്തേഫാനോസും പൗലോസിന് ആധാരമാക്കിയത് തിരുവെഴുത്തിനെ, അല്ലാതെ അവരുടെ സ്വന്തം അഭിപ്രായം പറയുകയല്ലായിരുന്നു. തിരുവെഴുത്തിനെ ആധാരമാക്കി യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിപ്പാൻ തുടങ്ങി. സ്തോത്രം. ആ ഷണ്ണൻ പറയുന്നൊരു കാര്യം നമ്മൾ വായിച്ചല്ലോ, അത് അവിടെ ഒരുത്തൻ പൊരുൾ തിരിച്ചു തരാഞ്ഞാൽ. അപ്പം എന്താണ് ഫിലിപ്പോസ് ഇവിടെ ചെയ്തത്? പഴയ നിയമത്തിൻ്റെ വാക്യങ്ങൾ എടുത്ത് അതിൻ്റെ പൊരുളിനെ എന്ത് ചെയ്തു? തുറന്ന് അതിനെ വ്യാഖ്യാനിച്ചു കൊടുത്തു. അപ്പോൾ ഈ ഒരു കാര്യം നമുക്ക് ഈ പ്രസംഗങ്ങൾ കൂടെ കാണാൻ കഴിയും. പഴയ നിയമത്തിൻ്റെ വാക്യങ്ങളെ ആധാരമാക്കി പ്രസംഗിച്ചു. അടുത്ത ഈ 11 പ്രസംഗങ്ങളിൽ ഞാൻ കണ്ട അടുത്തൊരു വിഷയം, ഇതൊരു ദൈവത്തിൻ്റെ പ്രവൃത്തിയാണെന്ന ഇവരെല്ലാം പറയുന്നത്. ഏത്?
യേശുക്രിസ്തുവിന്റെ ക്രൂശും തൻ്റെ ഉയർപ്പും ഇതൊരു ദൈവപ്രവൃത്തി. ഇറ്റ് ഇസ് എ വർക്ക് ഓഫ് ഗോഡ്. ദൈവം പണ്ട് വാഗ്ദത്തം ചെയ്തതിൻ്റെ നിവൃത്തിയാണെന്നാണ് ഈ പ്രസംഗത്തിൽ കൂടെ കാണാൻ കഴിയുന്നത്. ഒറ്റ അർത്ഥത്തിൽ പറഞ്ഞാൽ അവരുടെ പ്രസംഗങ്ങളെല്ലാം ദൈവനാമം മഹത്വപ്പെടുത്തേണ്ടതിന് വേണ്ടിയായിരുന്നു, ദൈവനാമത്തിന് മഹത്വം കൊടുക്കുന്നതായിരുന്നു. നോക്കിക്കേ, പത്രോസിന്റെ പ്രസംഗത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തിയാണ് ഇത് പത്രോസ് പറയുന്നുണ്ട്. നോക്കിക്കേ, 2-ാം അധ്യായം അതിൻ്റെ 22, 23, 24 വാക്യം. 2-ന്റെ 22 തൊട്ട് 24 വരെയുള്ള വാക്യം. അപ്പോസ്തല പ്രവൃത്തി 2-ന്റെ ഇസ്രായേൽ പുരുഷന്മാരെ, ഈ വചനം കേട്ടുകൊള്ളുവീൻ. നിങ്ങൾ തന്നെ അറിയും പോലെ ദൈവം അവനെ കൊണ്ട് നിങ്ങളുടെ നടുവിൽ ചെയ്യിച്ച ശക്തികളും അത്ഭുതങ്ങളും അടയാളങ്ങളും കൊണ്ട് ദൈവം നിങ്ങൾക്ക് കാണിച്ചു തന്ന പുരുഷനായി നസ്രയനായ യേശുവിനെ ദൈവം തന്റെ സ്ഥിര നിർണയത്താലും മുന്നറിവിനാലും ഏൽപ്പിച്ചിട്ട് നിങ്ങൾ അവനെ അധർമ്മികളുടെ കയ്യാൽ തറപ്പിച്ചു കൊന്നു. ദൈവമോ മരണപാശങ്ങളെ അഴിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. മരണം അവനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു. അവിടെ ആ വേർഡ് കണ്ടോ? 22, 23, 24 വാക്യം നോക്കിക്കേ. ദൈവം നിങ്ങൾക്ക് കാണിച്ചു തന്ന തൻ്റെ ദൈവത്തിൻ്റെ സ്ഥിര നിർണയത്താലും മുന്നറിവിനാലും ഏൽപ്പിച്ചിട്ട് നിങ്ങൾ അവനെ അതിക്രമങ്ങൾ നിങ്ങൾ അവനെ അടുത്ത വാടകന അധർമ്മികളുടെ കയ്യിൽ തറപ്പിച്ച് കൊന്നു. 24-ാമത്തെ വാക്യം, ദൈവമോ, ഇത് പ്രവർത്തിക്കുന്നത് ദൈവമാണെന്ന് പറയുക, ഇത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണെന്ന് പറയുക, ദൈവനാമ മഹത്വത്തിന് വേണ്ടിയാണെന്ന് പറയുക, ദൈവം ചെയ്ത ഒരു കാര്യമാണെന്ന് പറയുക. സ്തോത്രം. അപ്പം ഈ പ്രസംഗങ്ങൾ കൂടെ എല്ലാം സുവിശേഷ ഘോഷണത്തിൽ നോക്കിക്കേ, യേശുവിൻ്റെ മരണം, യേശുവിൻ്റെ ഉയർപ്പ്, യേശുവിൻ്റെ എക്സോൾട്ട് ചെയ്തു പിതാവിൻ്റെ വലത്തുഭാഗത്ത് ഇരുത്തിയിരിക്കുന്നു, മാനസാന്തരത്തിൻ്റെ ആവശ്യകത, പാപമോചനമുണ്ട്, പഴയ നിയമത്തിനെ ആധാരമാക്കിയാണ് അവർ പ്രസംഗിച്ചത്, ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്, ദൈവം വാഗ്ദത്തം ചെയ്തതാണ്, ആ വാഗ്ദത്തത്തിൻ്റെ നിവൃത്തിയാണ് എന്നൊക്കെ ആണ് ഈ പ്രസംഗത്തെ നമ്മൾ ക്രോഡീകരിച്ച് നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൽ ഒത്തിരി കാര്യങ്ങൾ വേറെ നിങ്ങൾ സ്വന്തമായി പഠിച്ച് വായിച്ച് നിങ്ങൾ തന്നെ അത് കണ്ടെത്തണം. എന്തൊക്കെയാണ് ഈ 11 പ്രസംഗങ്ങൾ കൂടെ കാണാൻ കഴിയും. അപ്പോൾ സുവിശേഷം പ്രസംഗിക്കുകയും അതിൻ്റെ ആ കണ്ടന്റ് എന്താണെന്നാണ് ഞാൻ ഇതുവരെ നിങ്ങളെ കാണിച്ചത്. പ്രസംഗിക്കുക മാത്രമാണോ ചെയ്തത്? 2-ാം അധ്യായത്തിലേക്ക് വരാം. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം അതിൻ്റെ 40-ാം വാക്യം. 40-ാം വാക്യം, 2-40. മറ്റു പല വാക്കുകളാലും അവൻ സാക്ഷ്യം പറഞ്ഞവരെ പ്രബോധിപ്പിച്ചു. നോക്കിക്കേ, മറ്റ് പല വാക്കുകളാലും അവൻ സാക്ഷ്യം പറഞ്ഞ് അവരെ, ആരാ ഈ അവരെന്ന് പറയുന്നത്? ആരാ? ആ 37-ാം വാക്യം തൊട്ട് വായിക്കുമ്പോൾ ആ വ്യക്തികൾ ആരാ നമുക്ക് കാണാൻ കഴിയും. ഇത് കേട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട് പത്രോസിനോടും ശേഷം അപ്പോസ്തലന്മാരോടും, സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾ എന്ത് ചെയ്യണം? അപ്പോൾ സുവിശേഷം കേട്ട് ഹൃദയത്തിൽ കുത്തുകൊണ്ട് പരിശുദ്ധാത്മാവ് പ്രാപിച്ച രക്ഷിക്കപ്പെട്ടവരെ കുറിച്ചാണ് 40-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. മറ്റു പല വാക്കുകളാലും അവൻ സാക്ഷ്യം പറഞ്ഞ് അവരെ പ്രബോധിപ്പിച്ചു. ആരെ പ്രബോധിപ്പിച്ചു? രക്ഷിക്കപ്പെട്ടവരെ പ്രബോധിപ്പിച്ചു. അപ്പൊ പ്രബോധനം വേണോ? രക്ഷിക്കപ്പെട്ടവന് വേണം, പ്രബോധനം വേണം. അപ്പൊ രക്ഷിക്കപ്പെടണമെങ്കിൽ പ്രസംഗം കേൾക്കണം, സുവിശേഷ പ്രസംഗം കേൾക്കണം. പ്രസംഗം കേട്ട് രക്ഷിക്കപ്പെട്ട് വന്നവൻ പ്രബോധനം കേൾക്കണം. പ്രബോധിപ്പിച്ചു. എന്ത് പ്രബോധിപ്പിച്ചു? ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവീൻ എന്ന് പറഞ്ഞു. അവർ രക്ഷിക്കപ്പെട്ടവരല്ലേ, പിന്നെ എന്തിനാ പറഞ്ഞു രക്ഷിക്കപ്പെടുവീൻ?
അപ്പോൾ ആ രക്ഷയുടെ ഒരു വർക്ക് നിങ്ങളുടെ ഉള്ളിൽ നടക്കണം. നിങ്ങൾ ലോകത്താണ് ആയിരിക്കുന്നത്. ഈ ലോകത്ത് നിങ്ങൾ ആയിരിക്കുമ്പോൾ ഈ ലോകം നിങ്ങളെ അട്രാക്റ്റ് ചെയ്യും, ലോകത്തെ പോലെയാകാൻ വേണ്ടി. അതിൽ നിന്ന് ഈ കേൾക്കുന്ന ഉപദേശം പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ഈ ലോകത്തിന് അനുരൂപരാകാതെ എന്ത് ചെയ്യണം? ഈ തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടണം. അപ്പൊ രക്ഷിക്കപ്പെട്ടവരാണ്, എന്നാൽ അനുദിനം രക്ഷയുടെ വർക്ക് നിങ്ങളുടെ ഉള്ളിൽ നടക്കണം. സാങ്ക്ടിഫിക്കേഷൻ, അതായത് വിശുദ്ധീകരണമാണ്. രക്ഷിക്കപ്പെട്ടു, നീതീകരിക്കപ്പെട്ടു. നീതീകരിക്കപ്പെട്ട ആള് അനുദിനം എന്തായിത്തീരണം? വിശുദ്ധീകരണത്തിലേക്ക് നടക്കണം. വിശുദ്ധീകരണത്തിലേക്ക് നടക്കണം. ഇതിന് ബെസ്റ്റ് എക്സാമ്പിളായിട്ട് എനിക്ക് എൻ്റെ ഹൃദയത്തിൽ വന്നൊരു ചിന്ത, ഇസ്രായേൽ മക്കളെ കർത്താവ് ആ അടിമത്തത്തിൽ നിന്ന് വെളിയിൽ കൊണ്ടുവന്നല്ലേ? ഒറ്റ രാത്രിയായിരുന്നു അല്ലേ? ആ ഒറ്റ രാത്രിയിൽ നിന്ന് വർഷങ്ങൾ നീണ്ടു നിന്ന ആ നുകമൊടിച്ച് അവർ വെളിയിൽ കൊണ്ടുവന്നു. മിസ്രൈമിൽ നിന്ന് ഇവർ വെളി വന്നെങ്കിലും ഇവരുടെ ഉള്ളിൽ ഇപ്പോഴും എന്തുണ്ട്? മിസ്രൈമുണ്ട്. ഇവരിലുള്ള മിസ്രൈം 40 വർഷം നടന്നിട്ടും പോയോ? പോയില്ല. അപ്പൊ രക്ഷിക്കപ്പെടുക എന്ന് പറയുന്ന ആ ആക്ട്, വിശ്വാസത്താലുള്ള നീതീകരണം ആ ഉടനെ നടക്കുന്നത്. വിശ്വസിക്കുന്ന മാത്രയിൽ, വിശ്വസിക്കുന്ന ആ ക്ഷണത്തിൽ ഒരാൾ രക്ഷിക്കപ്പെടും. അല്ലാതെ ഒരാഴ്ച കഴിഞ്ഞിട്ടോ 2 ആഴ്ച കഴിഞ്ഞിട്ടോ 2 വർഷം കഴിഞ്ഞിട്ടല്ല. രക്ഷിക്കുന്ന ആ ക്ഷണത്തിൽ. ക്രൂശിന്റെ കള്ളനെ നോക്കിക്കേ, യേശുവിനെ നോക്കി, യേശുവിൽ വിശ്വസിച്ചു. എന്താ കർത്താവ് പറഞ്ഞത്? ഇന്ന് 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 നീ വിശ്വസിച്ചു, ഇന്ന് നീ എൻ്റെ കൂടെ പർദീസേക്കാണ്. അപ്പൊ രക്ഷിക്കപ്പെടുന്ന ആ മാത്രയിൽ, വിശ്വസിക്കുന്ന ആ മാത്രയിൽ നാം രക്ഷിക്കപ്പെടും. എന്നാൽ രക്ഷയുടെ നമ്മുടെ ഉള്ളിലുള്ള പ്രവൃത്തി അത് അനുദിനം നടക്കേണ്ടതാണ്. അതാണ് വിശുദ്ധീകരണത്തിലേക്ക്, സാങ്ക്ടിഫിക്കേഷനിലേക്ക് നമ്മളെ കൊണ്ട്. അപ്പം വിശുദ്ധീകരണത്തിലേക്ക് നയിക്കാൻ വേണ്ടി എന്തുവാണ് പത്രോസ് അവിടെ പറയുന്നത്? മറ്റ് പല വാക്കുകളാലും അവൻ സാക്ഷ്യം പറഞ്ഞ് അവരെ പ്രബോധിപ്പിച്ചു. ആത്മനിറവുള്ള സഭ കണ്ടോ? ആത്മനിറവുള്ള സഭ. നമുക്ക് എല്ലാവരും കൂടെ വന്നിട്ട് സ്തോത്രം പറഞ്ഞ് എല്ലാവരും കൂടെ പാട്ട് പാടി നമുക്ക് തകർക്കാമെന്നല്ല പത്രോസ് പറഞ്ഞത്. സ്തോത്രം. ആത്മാവ് വരുമ്പോൾ പാട്ടൊക്കെ പാടും, പക്ഷെ അവിടെ പ്രസംഗമുണ്ടായിരുന്നു, അവിടെ പ്രബോധനമുണ്ടായിരുന്നു. സ്തോത്രം. എന്നിട്ട് ആ പ്രബോധിപ്പിക്കുന്നതിൻ്റെ ഫൗണ്ടേഷനായിട്ട് പറയുന്നത് ലോകത്തെ, ഈ തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടാനാണ് പറയുന്നത്. ലോകത്തിന് അനുരൂപരാകരുതെന്നാണ് പറയുന്നത്. സ്തോത്രം. ഉപദേശം, ടീച്ചിങ്. എന്നിട്ട് 41 വാക്യം, അവൻ്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റ് അന്ന് 3000-ഓളം പേർ അവരോട് ചേർന്നു. ഓക്കെ, സ്നാനമേറ്റു, അവർ കർത്താവിനോട് ചേർന്നു, സഭയോട് ചേർന്നു. 42 വാക്യം നോക്കി, സ്നാനപ്പെട്ടവർ എന്താ ചെയ്തത്? അവർ പിന്നെയും സ്നാനപ്പെട്ടവര് അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. അപ്പൊ സ്നാനപ്പെട്ടവരെന്തോ ചെയ്തത്? അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും അതിന് കീഴ്പ്പെട്ടും ഇരുന്നു പോന്നു. അപ്പം പ്രസംഗം എന്നിവിടെ ഉദ്ദേശിക്കുന്നത് കേവലം സുവിശേഷം പ്രസംഗിക്കുക, ആ വ്യക്തി രക്ഷിക്കപ്പെട്ടു, പിന്നെ പുള്ളിയുടെ വഴി, അങ്ങനല്ല. പ്രസംഗിക്കുന്നത്, സുവിശേഷം അറിയിക്കുന്നത് രക്ഷിക്കപ്പെടാനാണ്. രക്ഷിക്കപ്പെട്ട് വന്നവർ കർത്താവിൻ്റെ ഉപദേശം, അപ്പോസ്തലന്മാരുടെ ഉപദേശം കൈക്കൊണ്ട് അതിന് കീഴ്പ്പെട്ടിരുന്ന് അനുദിനം നടക്കണം. സ്തോത്രം. ഇനി നമ്മൾ വായിച്ച കുറിവാക്യത്തിലേക്ക് മടങ്ങി വന്നിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. റോമാലേഖനം 10-ാം അധ്യായം അതിൻ്റെ 14-15 വാക്യം. ഞാൻ ഈ പ്രസംഗത്തിൻ്റെ അല്ലെങ്കിൽ ക്ലാസ്സിൻ്റെ പ്രാരംഭത്തിൽ പറഞ്ഞതുപോലെ 13-ാമത്തെ വാക്യം എങ്ങനെ പറഞ്ഞാൽ നിർത്തുന്നത്? കർത്താവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. അങ്ങനെ നിർത്തുന്നത്. അപ്പോൾ അടുത്ത ചോദ്യം, 4 ചോദ്യം പൗലോസ് ചോദിക്കുക 14-15. അങ്ങനെ ഒരാൾ വിളിച്ചപേക്ഷിക്കണമെങ്കിൽ, ഒന്നാമത്തെ ചോദ്യം, എന്നാൽ അവർ വിശ്വസിക്കാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? എങ്ങനെ വിളിച്ചപേക്ഷിക്കും ഒരാൾ ആ വ്യക്തിയെ അറിഞ്ഞിട്ടില്ല എങ്കിൽ? അതാണ് ഒന്നാമത്തെ ചോദ്യം. 2,
അവർ കേട്ടിട്ടില്ലാത്തവനെ എങ്ങനെ വിശ്വസിക്കും? 3, പ്രസംഗിക്കുന്നവനില്ലാതെ എങ്ങനെ കേൾക്കും? 4-മത്തെ ചോദ്യം, ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും? അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ 2 കാര്യമാണ് കണ്ടത്. ഒന്ന് പ്രസംഗിക്കുന്നവൻ, 2 പ്രസംഗം. ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കർത്താവാണ് പ്രസംഗിക്കുന്നവനെ അയക്കുന്നത്. കർത്താവിൻ്റെ മെസ്സേജ് രാജാവ് മന്ത്രിയുടെ കയ്യിൽ കൊടുക്കുന്നത് പോലെ കർത്താവ് പ്രസംഗിക്കുന്ന ആളുടെ കയ്യിലാണ് മെസ്സേജ് കൊടുത്തിരിക്കുന്നത്. ആ മെസ്സേജ് കൂട്ടുവാനോ കുറയ്ക്കുവാനോ കഴിയുകയില്ല. ആ മെസ്സേജ് അതുപോലെ ഘോഷിക്കുകയാണ്, പ്രസംഗിക്കുകയാണ്. ആ പ്രസംഗം കേൾക്കുന്നവരുടെ ഉള്ളിൽ വിശ്വാസത്തെ കൊണ്ടുവന്ന് അവരെ ഈ പ്രസംഗത്തിലേക്ക് കൊണ്ടുവരുന്നത് ആത്മാവിൻ്റെ പ്രവൃത്തിയാണ്. കർത്താവാണ് ആ പ്രവൃത്തി ആ വ്യക്തികളുടെ ഹൃദയത്തിൽ ചെയ്തത്. അങ്ങനെ ഹൃദയം തുറക്കുമ്പോൾ, കർത്താവിനെ കാണുമ്പോൾ അവർ കർത്താവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കും. അങ്ങനെ വിളിച്ചപേക്ഷിക്കുന്നവൻ രക്ഷിക്കപ്പെടും. അതാണ് ഒരു വശം. അങ്ങനെ രക്ഷിക്കപ്പെട്ടവൻ എന്ത് ചെയ്യണം? അങ്ങനെ രക്ഷിക്കപ്പെട്ടവൻ അപ്പോസ്തലന്മാരുടെ ഉപദേശത്തിൽ, കർത്താവ് പഠിപ്പിച്ച ഉപദേശത്തിൽ കീഴ്പ്പെട്ടിരുന്ന് അനുദിനം വിശുദ്ധീകരണത്തിലേക്ക് വളരാം. സ്തോത്രം. പ്രിയ, നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം.